യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, എന്നെ കുറിച്ച് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തു, നിന്നെ കുറിച്ച് ഇരമ്യാവ് എന്ന് പറയുന്നുണ്ട്, ഏലിയാവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ചിന്തിച്ചിരിക്കുന്ന പോലെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അല്ലേ. നമുക്ക് കർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ 100 അഭിപ്രായം പറയും അല്ലേ. എൻ്റെ മുട്ടുവേദന മാറ്റിയ ആളാണ് കർത്താവ്, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, അത് മാറ്റി തന്ന ആളാണ് കർത്താവ്, എനിക്കൊരു കാറില്ലായിരുന്നു, കാർ തന്ന ആളാണ് കർത്താവ്, വീടില്ലായിരുന്നു, വീട് തന്ന ആളാണ് കർത്താവ്, കുഞ്ഞില്ലായിരുന്നു, കുഞ്ഞ് തന്ന ആളാണ് കർത്താവ്. ഇങ്ങനെ ചോദിക്കാൻ നിന്നാൽ മൈക്ക് തന്നാൽ നിങ്ങൾ മൈക്ക് തിരിച്ചു തരില്ല, അത്രയും കാര്യം നിങ്ങൾക്ക് പറയാൻ കാണും. സ്വതന്ത്രം. പക്ഷേ ഈ പറയുന്ന ഒരു 99% സാധനത്തിനും തിരുവഴുത്തുമായിട്ടും കർത്താവിൻ്റെ ഒറിജിനൽ കച്ചവടമായിട്ടും ബന്ധം കാണില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? സ്വതന്ത്രം. കർത്താവിൻ്റെ ഒറിജിനൽ കാര്യവുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. സ്വതന്ത്രം. കാരണം നമ്മൾ ഈ പെരിഫറൽ ആയിട്ടുള്ളതും ഈ എന്താ പറയുക, പുറത്ത് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയും, ഈ വിഷയത്തിലേക്ക് കടക്കാതെ പുറത്ത് കിടന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതായിരിക്കും നമ്മൾ മിക്കവാറും ആൾക്കാർ പറയുക. അതാണ് ഈ സാക്ഷ്യം എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട്. മിക്കവാറും സഭകളിൽ ഇപ്പോൾ അതൊക്കെ മതിയാക്കിയിട്ടുണ്ട്. അതിന് കയറി പറയുന്ന മുഴുവൻ കാര്യങ്ങളും പലതും വചനവിരുദ്ധവുമാണ്, ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അല്ലേ. കർത്താവ് എന്നെ നടത്തി, നാട്ടുകാരെ മുഴുവൻ നടത്തിയില്ല, അതിലിപ്പോൾ എന്തോ സാക്ഷ്യം പറയാതിരിക്കുന്നു അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായോ എന്നുള്ളതാണ് നാട്ടുകാർക്ക് പറ്റാത്തതും നമുക്ക് പറ്റേണ്ടതുമായ കാര്യം. അതിൽ പ്രത്യേകിച്ച് നമ്മളിൽ പറയാൻ കഥ ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും സഭകളിൽ സാക്ഷ്യം എന്ന് പറയുന്ന പരിപാടി നിർത്തി പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എഴുതി തരാൻ പറയും, എന്നിട്ട് പാസ്റ്റർ തന്നെ അത് വായിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് പ്രാർത്ഥിച്ച് വിടുകയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി. മിക്കവാറും ചർച്ചകളിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന രീതി. പണ്ട് അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, സാക്ഷി എന്ന് പറയുമ്പോൾ പിന്നെ ഓരോരുത്തർ 4 പേര് പാട്ട് പാടുന്നു അല്ലേ, എന്നെ സന്തോഷിപ്പിച്ച വാക്യൊന്നും പറഞ്ഞ് അപ്പോഴും കുത്തിമറിച്ച് നോക്കിയിട്ട് ഒരു വാക്യെടുത്ത് വായിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കലാപരിപാടികൾ. അപ്പോഴൊക്കെ ഇപ്പോൾ ഒരു പരുവത്തിന് നമുക്ക് വ്യത്യാസം വരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഇവരൊക്കെ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പറഞ്ഞു, ഇങ്ങനെ പല അഭിപ്രായമാണ്. ഓക്കെ, നീ എന്താണ് പറയുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറയുകയാണ്, ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെ കർത്താവ് വന്നതിന്റെ രഹസ്യം വാസ്തവത്തിൽ അപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. അതുവരെ ആരോടും കർത്താവ് വന്നതിന്റെ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുന്നില്ല. കർത്താവ് ആദ്യമായിട്ട് ഇവിടെ വെളിപ്പെടുത്തി സംസാരിക്കുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം ഇപ്പോൾ കിടക്കുന്നില്ല. പ്രധാനപ്പെട്ടൊരു 4 കാര്യങ്ങളാണ് അവിടെ ഞാനൊന്ന് ഓർപ്പിച്ച് വെച്ചിട്ട് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് കടക്കാൻ പോവാണ്. അവിടെയാണ് ഇന്ന് എനിക്ക് സംസാരിക്കുവാനുള്ള കൂടുതൽ സന്തോഷം തോന്നുന്നത്. സ്വതന്ത്രം. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ആ ഭാഗത്തിലേക്ക് കൂടെ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ചർച്ച എന്നതിനെ കുറിച്ച് മാത്രം പറയണമെന്നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് എന്താ പറയുക പ്രിപ്പറേഷനിൽ ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെ എനിക്കൊരു നിയോഗം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇന്നലെ പോയതുപോലെ പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. സോറി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ആദ്യം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പഴയതായിട്ട് എന്തെങ്കിലും വന്നൊരു സംഭവത്തെ ഒന്ന് പുതുക്കി പണിയാൻ പോകുന്നു എന്നൊരു പദ്ധതി അല്ല. ഇസ്രായേലിൽ ഉണ്ടായിരുന്നൊരു സഭ കോൺസെപ്റ്റിനെ കർത്താവ് കുറച്ചുകൂടി ഒന്ന് വിശാലപ്പെടുത്താൻ പോകുന്നു എന്നല്ല. കർത്താവ് പറയാണ്, ഇതൊരു പുതിയ സെറ്റപ്പാണ്. ഞാൻ എൻ്റെ സഭയെ, അതൊരു പുതിയ കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു പുതിയ കാര്യം യേശു ഇവിടെ പ്രസന്റ് ചെയ്യാണ്. പഴയതിൽ എവിടെയും പരിചയപ്പെടുത്തില്ല. പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, അത് പഴയതിൽ കർത്താവ് മറച്ചു വെച്ചിരുന്ന ഇറ്റ്സ് എ ഹിഡൻ, ഇറ്റ്സ് എ മിസ്റ്ററി എന്ന ലെവലിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല, അകാല പ്രജയായ എനിക്ക് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്ന മട്ടിനാണ് അതിനെ പൗലോസ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഫ്രഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും ഒരു പുതുക്കി പണിയലല്ല. നമ്മൾ കേട്ടില്ലേ, എന്താ പറയാ, കോടി തുണിക്കണ്ടം പിന്നെ പഴയതിനോട് ചേർത്ത് ആരും തുന്നാറില്ല, തുന്നിയാൽ അതില്ലാതായി. എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ നടക്കുന്ന ഒരു പാച്ച് വർക്ക് അല്ല, അതിനു വേണ്ടിയിട്ടല്ല കർത്താവ് വന്നത്. ഒരു ഫ്രഷ് ആയി ഒരു പുതിയ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വരുന്നത്. സ്വതന്ത്രം. നമുക്ക് ഈ പഴയ നിയമം പരിശോധിച്ചാൽ, എല്ലാ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, പോകാനാവില്ല. ഇസ്രായേലിനെ കർത്താവ് സൂചിപ്പിച്ച് സംസാരിക്കുന്നത് ഇസ്രായേൽ ഒരു മുന്തിരിത്തോട്ടം എന്ന നിലയിലാണ്. സ്തോത്രം. ഒരു മുന്തിരിത്തോട്ടം എന്ന നിലയിലാണ്. ഞാൻ ഇടയിലൂടെ ഒന്ന് ഹിന്റ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. പിന്നീട് നമുക്ക് ഇതിനടുത്ത് കണക്ട് ചെയ്യാം, കർത്താവ് അനുവദിച്ചാൽ, സമയം കിട്ടിയാൽ. അപ്പൊ ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് മുന്തിരിത്തോട്ടം, ഇസ്രായേലിനെ കർത്താവ് അവിടെ പറയുന്നത് സെലക്ടഡ് ഓർ ക്വാളിഫൈഡ് വൈൻ, തെരഞ്ഞെടുക്കപ്പെട്ട നല്ല മുന്തിരിവള്ളി എന്ന നിലയിലാണ് കർത്താവ് എല്ലായിടത്തും വിശദീകരിക്കുന്നത്. 2 ചാപ്റ്റർ ഞാൻ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം ഒന്ന് മറിച്ചു നോക്കൂ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 2 വാക്യം നോക്കൂ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. അവിടെ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ച് ഇസ്രായേലിനെ പരിചയപ്പെടുത്തുകയാണ്. സ്വതന്ത്രം.
പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ മുന്തിരിത്തോട്ടവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ശരിക്കും വ്യത്യാസപ്പെടുത്തിയാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ഇറ്റ്. സീ, ഇവിടെ നിങ്ങൾ കേൾക്കൂ. എന്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. വായിക്കാം. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ, ഏറ്റവും ഫലവത്തായ ഒരു കുന്ന്. ഇസ്രായേൽ എന്ന നേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ആ മുഴുവൻ ജാതിയും ചേർത്ത് സംസാരിക്കുകയാണ്. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്റെ മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കണ്ടോ, എവിടെയും സ്ഥലം മോശമായിട്ടുള്ള സ്ഥലമൊന്നും അല്ല, വളരെ കൃത്യമായി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും ഫലപ്രദമായ കുന്നിന്റെ മുകളിൽ സ്തോത്രം, കർത്താവിന് ഫലപ്രദമായൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇത് ഇസ്രായേലിനെ സൂചിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ഓക്കെ, ഇതിനെ ഒരു ഭേദഗതി വരുത്തിയിട്ടല്ല പുതിയ നിയമത്തിൽ കർത്താവ് സഭ സ്ഥാപിക്കുന്നത്. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി താഴോട്ട് വായിക്കൂ. അവൻ അതിനെ വേലി കെട്ടി, കണ്ടോ, അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. വേലി കെട്ടുന്നത് ഫോർ പ്രൊട്ടക്ഷൻ അല്ലെ, ആ ഇസ്രായേലിന് സംരക്ഷണം കിട്ടാനാണ്. നമ്മൾ പഴയ നിയമം ഉടനീളം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇസ്രായേലിന് ശരിക്കും പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട്, സംരക്ഷണം നൽകിക്കൊണ്ട് ദൈവം കൂടെ നടക്കുന്നത് കാണാം. മരുഭൂമി യാത്രയൊക്കെ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം അല്ലെ. കർത്താവ് കൂടെ നടക്കാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, പിന്നെ അവർക്ക് എന്താ പറയാ ഫുഡ് കൊടുക്കാനുള്ള ഒരു ഭയങ്കര മെസ്സ്, എല്ലാ സെറ്റപ്പുമായിട്ട് കർത്താവ് കൂടെ നടക്കും നമുക്ക് കാണാം അല്ലെ. മെസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പുതിയ മോഡലൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഓക്കെ അല്ലെ, അവർക്ക് അതത് സമയത്തുള്ള ആഹാരം അല്ലെ, പഴയത് ചൂടാക്കിയൊന്നും ഒരിടത്തും കൊടുത്തിട്ടില്ല അല്ലേ, ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരിടത്തും കൊടുത്തില്ല, എല്ലാം ഫ്രഷ് ഫുഡ്. അവർക്ക് 40 കൊല്ലം കൊടുത്ത് അവരുടെ കൂടെ കർത്താവ് നടക്കുകയാണ്. ഇന്നൊരു ഗവൺമെന്റിനും പറ്റാത്തൊരു കാര്യമാണിത് അല്ലേ. നമുക്ക് കേരളത്തിൽ കുറച്ച് ദിവസം അവർ കിറ്റ് തന്നു. കിറ്റ് തന്നത് ഇലക്ഷന് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പലരും മനസ്സിലാക്കിയത്. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു, ഞങ്ങൾ ഒച്ച വെച്ചു, പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഉപദേശിമാർ തന്നെ ഞങ്ങളൊക്കെ പിന്നെ ബഹളം വെച്ചതിന് പിന്നെ ഞങ്ങൾക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ പാർട്ടിക്കാരായതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം ചിലരുടെ അടുത്ത് പിണങ്ങി പോവുക തന്നെ ചെയ്തു. ഞാൻ പിന്നെ ചിലരെ അൺഫ്രണ്ട് ചെയ്യേണ്ടി വന്നു. കാരണം ശരിയാവില്ല, മെനകേടാണ്. കാരണം നമ്മൾ എന്ത് സോഷ്യൽ ഈവിളിനെതിരെ സംസാരിച്ചാലും ഇവർക്ക് പിടിക്കില്ല. പിടിക്കാത്തതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ മുതുകിൽ ചൊറിയുന്നത് കൊണ്ടാണ്. സ്വതന്ത്രം അതിപ്പോ നമുക്ക് നോക്കാനാവില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഗവൺമെന്റ് മനുഷ്യന് ഫുഡ്. ഞാനിപ്പോ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു റേഷൻ കടയിൽ നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഫ്രീ റേഷൻ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അതോ ഫ്രീ സംതിങ്, എന്താ ഫ്രീ എന്ന് എഴുതിയിട്ട് മോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി, അപ്പൊ ഇയാള് എന്തെല്ലോ അലോട്ട്മെന്റ് ചെയ്തിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ. ഏതായാലും റേഷൻ കടയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഫ്രീ എന്നൊരു ആഡും കൂടെ ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അയാളുടെ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതല്ല, മൂപ്പറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, എങ്ങൊന്നും കൊണ്ടുവന്നതല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ തന്നെയാണ് സാധനം. അത് അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാരണത്താൽ മൂപ്പര് കൊടുത്തു എന്ന അർത്ഥത്തിൽ മൂപ്പരുടെ ഫോട്ടോ അടക്കം വെച്ച് അവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. എത്ര തമാശയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. എന്തൊരു തമാശ. എന്തിനാണത്? അടുത്ത പ്രാവശ്യവും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കാണ്. വല്ലവന്റെയും അരിയെടുത്ത് വല്ലവന്റെയും ഷോപ്പ് വഴി കൊടുക്കുന്നതിന് ഇവന്റെ ഫോട്ടോ കൂടി വെക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇത് ക്രിസ്തീയ ഗോളത്തിലും തീരെ കുറവൊന്നുമല്ല. 2 മിഷ്യൻ കൊടുത്താൽ 16 മിഷ്യൻ കൊടുത്തതായി എഡിറ്റ് ചെയ്ത് ആ സാധനം നമ്മൾ ഇട്ട് കളയും അല്ലേ. ഒരുപാട് കലാപരിപാടികളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങ് പോകുന്നത്. ഞാൻ പറഞ്ഞൊരു അർത്ഥം, ഇവിടെ കർത്താവ് ഇസ്രായേലിന് കൊടുക്കുന്ന സംരക്ഷണം പരസ്യം ചെയ്തിട്ടുള്ള സംരക്ഷണമല്ല. ഇസ്രായേലിന് എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. പക്ഷെ കർത്താവ് ഇങ്ങനെ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തിട്ടുള്ള ഒരു സംരക്ഷണമല്ല. നമുക്ക് കർത്താവ് തരുന്നതും അങ്ങനെ ഉള്ള സംരക്ഷണമാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുകയാണ് അല്ലേ. അതെ, അങ്ങനെ കർത്താവ് പരിപാലിക്കുകയാണ്. പക്ഷെ നമ്മളെ ഇവരാരെങ്കിലും പരിപാലിക്കാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവരൊരു വാൾപോസ്റ്റെങ്കിലും നമ്മുടെ ചുമരിൽ ഒട്ടിക്കാതെയൊന്നും പോകുന്നില്ല. എന്തെങ്കിലും തന്നാൽ അല്ലേ, ഒരു കിറ്റ് അരിയോ പഞ്ചസാരയോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനകത്തൊന്നുകിൽ ഇവരുടെ പടം കാണും, അല്ലെങ്കിൽ കിറ്റിന്റെ കവറിലെങ്കിലും പടം കാണും. എവിടെയെങ്കിലും ഒരു പടം ചേർക്കാതെ ദൈവമക്കൾ പോലും ആർക്കും ഒന്നും കൊടുക്കില്ലെന്നുള്ളതാണ് ആരൊക്കെ പറയുന്നത് കേട്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ കർത്താവ് ചെയ്തു നോക്കൂ. കർത്താവ് ഏറ്റവും ഫലപ്രദമായ കുന്നിന്റെ മുകളിൽ നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, അതിൽ കർത്താവ് വേലി കെട്ടി ഫോർ പ്രൊട്ടക്ഷൻ. അതിനകത്തുള്ള കല്ലുകൾ പിറക്കി കളഞ്ഞു നന്നായിട്ട് വളരാൻ വേണ്ടി. അടുത്തെന്താണ് ചെയ്തത്? അതിൽ നല്ല കുടുംബത്തിൽ പിറന്ന മുന്തിരിവള്ളി അതിനകത്ത് നട്ടു. എന്ന് പറഞ്ഞാൽ നല്ല ഫലം കായ്ക്കത്തക്കിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കർത്താവ് ഭൂഗോളത്തിന്റെ മധ്യഭാഗത്ത് നിർത്തുകയാണ്. ഓക്കെ, വായിക്കേ. നടുവിൽ ഒരു ഗോപുരം പണിതു. വാച്ച്മാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോപുരം അല്ലെ. നടുവിൽ നിങ്ങൾക്ക് എന്താ പറയാ, ജയിലുകളുടെ മധ്യഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ വാച്ച് ടവർ കാണും, അതിന്റെ മുകളിൽ വാച്ച്മാൻ ഇരിക്കും അല്ലെ. അയാൾ ഇരുന്ന് ഇങ്ങനെ എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും ചാടുന്നുണ്ടോ, അകത്തേക്ക് ആരെങ്കിലും ചാടുന്നുണ്ടോ, പുറത്തേക്ക് ആരെങ്കിലും ചാടുന്നുണ്ടോ, ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അതാ ഇവിടെ പറയുന്നത്, ഒരു വാച്ച് ടവർ, ഒരു ഗോപുരവും പണിതു. സ്വതന്ത്രം ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ ഗോപുരം പണിതു.
അല്ലെ? യെശയ്യാപ്രവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ അവിടെ ഉണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ വേണ്ടി. സ്വതന്ത്രം നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവ് കാവലിന് ആളല്ല ആക്കിയിരിക്കുന്നത്. കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ നടുവിൽ ഇറക്കിയിരിക്കുകയാണ്. നമ്മുടെ സകല സത്യത്തിലും വഴി നടത്തി നമ്മളുടെ ഉള്ളിൽ നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കാൻ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു പുതിയ നിയമത്തിൽ. ഞാൻ പഴയ നിയമം വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മുമ്പിലേക്ക് കടന്നു പോകാനാണ് ഞാൻ അതിലേക്ക് കയറി വന്നത്. ഓക്കെ, വായിക്കേ. ഒരു ചക്കുമിട്ടു. ചക്കെടുത്തത് ഇതിന്റെ ചാറെടുക്കാനാണ്. ഞാൻ പറഞ്ഞതുണ്ടോ, മുന്തിരി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫ്രൂട്ട് എടുക്കാൻ, അതിന്റെ ഫലം എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അതിനെ പ്രസ് ചെയ്യാനുള്ള വൈൻ പ്രസ് മെഷീനും വെച്ചു, ചക്കും വെച്ചു, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം വെക്കുന്നത് ചക്കാണ്, അല്ലേ? വള്ളി പോലും നമ്മൾ പിന്നീടേ വെക്കത്തുള്ളൂ. സ്വതന്ത്രം ആദ്യം ചക്കാണ് വെക്കുന്നത്. ഇവിടെ കർത്താവ് അതല്ല ചെയ്തത്. കർത്താവ് ബാക്കി എല്ലാ സൗകര്യവും ചെയ്തിട്ട് ഇതിന്റെ ഫലമെടുക്കാൻ, അതിന്റെ ചാറെടുക്കാൻ ചക്ക് വിട്ടു. എന്നിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. ഇനിയാണ് കാത്തിരിപ്പ്, അവിടെയാണ് പ്രശ്നം. ഓക്കെ, വായിക്കാം. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ എത്രേ. ഇതാണ് ഇസ്രായേലിൽ പറ്റിയ പരുവക്കേട്. അതുകൊണ്ട് കർത്താവ് ഇതിനകത്തൊരു അമെൻഡ്മെന്റ് വരുത്തുകയല്ല കർത്താവ് ചെയ്തത്. ഇതിനകത്തൊരു പാച്ച് വർക്ക് ചെയ്യുകയല്ല ചെയ്തത്. അഴുക്ക മുന്തിരി വള്ളിയെല്ലാം എന്താ പറിച്ചു കളഞ്ഞേച്ച് ഇതിന്റെ ഇടയിൽ കർത്താവ് നല്ല വള്ളി നടാനൊരു ശ്രമം നടത്തുകയല്ല ചെയ്തത്. കർത്താവ് പത്രോസിനോട് പറയാം, I'll build myself, ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന എല്ലാം കൂടെ പൊളിച്ചു പറക്കിട്ട് ഞാൻ സെറ്റിൽ ചെയ്യുന്നുള്ളതല്ല, ഞാൻ ഇതിനെ പുതുക്കി പണിയാൻ പോകുന്നു എന്നുള്ളതല്ല. ഇറ്റ്സ് എ ന്യൂ തിങ്. ഒരു പുതിയതൊരെണ്ണം ഞാൻ പണിയാൻ പോകുന്നു. അതാണ് കർത്താവ് ശിഷ്യന്മാർക്ക് സ്വതന്ത്രം അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ പറയാണ്, ഇറ്റ്സ് മൈ ബോഡി വിച്ച് ഇസ് ബ്രോക്കൺ ഫോർ യു. ഇത് എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നത്. സ്വതന്ത്രം അടുത്ത രക്തം വീഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇത് എന്റെ രക്തം. ഇത് പുതിയ നിയമമാണ്. ഇറ്റ്സ് നോട്ട് ഓൾഡ് വൺ. ഇത് പഴയ ഒന്നിനെ സെറ്റിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പുതുതാക്കുന്ന ഒരു പരിപാടിയല്ല. ഇറ്റ്സ് എൻറ്റയർലി കംപ്ലീറ്റ്ലി ന്യൂ വൺ. അതുകൊണ്ട് തന്നെ എന്നെയും നിങ്ങളെയും അതിനകത്തോട്ട് കടത്തുമ്പോൾ പുതിയതാക്കിയേ കടത്താനൊക്കൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അല്ല, പഴയതിൽ വെച്ചൊരു സെറ്റിൽമെന്റ് നടക്കില്ല. ചെറിയൊരു കുളിപ്പീര്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നോ, നടക്കില്ല. പുതുതാക്കാതെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല. സോദരം, എന്നെ റോമൻ കാത്തലിക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതിന്റെ വീഡിയോസ് കാണുകയും അവർക്ക് മറുപടി പറയാൻ വേണ്ടി ഞാനിങ്ങനെ പഠനം നടത്തുകയും ചെയ്തപ്പോൾ അവർ പറയുന്ന രസകരമായ തമാശ എന്ന് പറയുന്നത്, ജാതികളിൽ നിന്ന് ആൾക്കാർ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ വിശ്വസിക്കണം, വിശ്വാസികളുടെ മക്കൾക്ക് അങ്ങനെ ഒരു റിസ്കിന്റെ ആവശ്യമില്ല. ഇതൊരു വലിയ മണ്ടത്തിനാണെന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അവരുടെ ഈ തമാശ. മനസ്സിലാകുന്നുണ്ട് എനിക്ക് പറഞ്ഞത്? ജാതികളിൽ നിന്ന് ആരെങ്കിലും രക്ഷയിലേക്ക് വരികയാണെങ്കിൽ അവർ വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കണം, പക്ഷേ വിശ്വാസികളുടെ മക്കൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന്. വിശ്വാസികളുടെ മക്കളെന്നല്ല, പാസ്റ്ററുടെ മക്കൾക്കും വിശ്വസിച്ചിട്ടേ സ്നാനം എടുക്കാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്രം പുതിയ സൃഷ്ടി പുനർജനനം പ്രാപിച്ചിട്ടേ പഴയതിനെ നമുക്ക് കുഴിച്ചുകൂടാനൊക്കത്തുള്ളൂ. അല്ലാതെ കൊണ്ടത് കുഴിച്ചു മൂടിയിട്ട് കിളിർത്തു വരുന്ന ഇടപാടല്ലിത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വതന്ത്രം അങ്ങനത്തെ ഇടപാടല്ല. ഇത് ആദ്യം ചാകണം. സ്വതന്ത്രം അല്ലേ? ചത്തിട്ട് വേണം പുനരുത്ഥാനം എന്ന പരിപാടി. അല്ലാതെ ആദ്യം സ്നാനമല്ല നടക്കുന്നത്. സ്വതന്ത്രം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തി തൽക്കാലം ഞാൻ മുമ്പിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഒരു പുതിയ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത്, പഴയതിനെ പുതുക്കുന്ന ഒരു സെറ്റിൽമെന്റ് അല്ല. ഇനി നമുക്ക് യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ ഓടിച്ചു വായിച്ചോളൂ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന് നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു. അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും, അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. ഇനി അവരുടെ പാപങ്ങളെ കുറിച്ചൊരു വലിയ വിശദീകരണമാണ് താഴോട്ട് വരുന്നത്. 21-ാം വാക്യം ഒന്ന് വായിക്കൂ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി മുഴുവൻ പെടുന്നത് നിങ്ങൾ വരച്ചു വെച്ചിട്ട് പിന്നീട് പഠിച്ചോണം, മൊത്തം വായിച്ചോണം, എങ്കിലും വല്ലതും പിടിയിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി
നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? അയ്യോ, ഇതെങ്ങനെ ഇങ്ങനായി പോയത്? കണ്ടോ, നീ എങ്ങനെയാണ് ഇങ്ങനായി പോയത്? ഞാൻ നിന്നെ വിശിഷ്ടമായ നല്ല മുന്തിരി വള്ളിയായി നട്ടിരിക്കെ നീ എങ്ങനെയാണ് കാട്ടുമുന്തിരിയായി പോയത്? അതുകൊണ്ട് കർത്താവ് അതിലൊരു ചെറിയ റിപ്പയറിംഗ് നടത്തി നമ്മളെ റെഡിയാക്കിയതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ഒരു പുതിയ സിസ്റ്റമാണ് ചെയ്യുന്നത്, പഴയതിനെ ഒരു അമെൻഡ്മെന്റ് വരുത്തുകയല്ല ചെയ്യുന്നത്. അക്കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കാര്യം ഓർപ്പിക്കുന്നത്. എന്താ പറ്റിയെന്നറിയാവോ? ഇസ്രായേലിനെ കർത്താവ് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ദൈവമക്കളായി ജീവിക്കേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരെ നടത്തിയിട്ടും അവർ ശരിയായില്ല. അതിന് കാരണം തൊട്ട് മുമ്പിലത്തെ വാക്യം ഒന്ന് വായിച്ചേ, 20-ാം വാക്യം ഒന്ന് വായിച്ചേ. പണ്ട് തന്നെ നീ നുകം തകർത്ത് നിന്റെ കയറ് പൊട്ടിച്ചു. ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഉയർന്ന കുന്നിന്മേലൊക്കെയോ പച്ചയായ വൃക്ഷത്തിൻ കീഴൊക്കെയോ നീ വേശ്യയായി കിടന്നു. മതി. അവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അടിമയായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കരുതിയത് കർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നത് ഒരു അടിമവേലയാണ്. യു അണ്ടർസ്റ്റാൻഡ്? കാര്യം മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം പറയുന്നത് അനുസരിച്ച് ഇസ്രായേൽ ജീവിച്ചാൽ അത് ഏതാണ്ട് ഒരു രണ്ടാംകിട പരിപാടിയാണെന്നും അത് കർത്താവിന്റെ അടിമപ്പണി ചെയ്യുന്നതാണെന്നും ഇസ്രായേലിനൊരു ധാരണയുണ്ടായി. അതുകൊണ്ട് അവൻ നുകത്തിന്റെ കയറ് പൊട്ടിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവുമായി അവനുണ്ടായിരുന്ന ബന്ധം അവൻ മുറിച്ചു കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ആ ചാപ്റ്റർ മുഴുവൻ സംസാരിക്കുന്ന ആ കാര്യമാണ്. അതിന് തൊട്ട് മുകളിൽ 13-ാം വാക്യം വായിച്ചു നോക്കിയേ. എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച്. ഒന്ന്, അവരെന്നെ ഉപേക്ഷിച്ചു. രണ്ട് തെറ്റെന്റെ ജനം ചെയ്തു. ഒന്ന്, അവരെന്നെ ഉപേക്ഷിച്ചു. രണ്ട്, വെള്ളമില്ലാത്ത കിണറുകളെ അവർ മറ്റു വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവർ ജീവന്റെ ഉറവായ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് യാതൊരു വെള്ളം വരാൻ സാധ്യതയില്ലാത്തടുത്ത് അണക്കെട്ട് പണിതിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സോഴ്സ് ഓഫ് വാട്ടറിനെ അവർ തള്ളിക്കളഞ്ഞിട്ട് വെള്ളം വരാൻ സാധ്യതയില്ലാത്തടുത്ത് ഇവർ ഒരു അണക്കെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സിസ്റ്റേൺ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു അണക്കെട്ട് തട്ടി വെച്ചിരിക്കുകയാണ്. കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. നമ്മൾ പലപ്പോഴും ഇതാണ് ചെയ്തു വെക്കുന്നത്, അല്ലേ? ജീവനായകനെ നമ്മൾ പതുക്കെ അങ്ങ് വിട്ടിട്ട് നമ്മൾ മറ്റു പലരുടെ അടുത്തും ആശ്രയത്തിന് വേണ്ടി പോവുകയാണ്. ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ മറ്റു പലരുടെയും പുറകെ നടക്കുകയാണ്. ആര് നമ്മളെ സഹായിക്കും? അവരുടെ പുറകെ നമ്മൾ നടക്കുകയാണ്. സ്തോത്രം. മറ്റു പലരുടെയും പുറകെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്, നമ്മളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. ഇവിടെ പറയുന്നുണ്ടോ, എന്റെ ജനം രണ്ട് തെറ്റ് ചെയ്തിരിക്കുന്നു. അവരെന്നെ ഉപേക്ഷിച്ചു, മറ്റു പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പറയാണ്, അവർ മുഖം പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ ഇനി അടിമയായിരിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇസ്രായേലിനെ തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും തൽക്കാലം തൊടുവാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആ ഭാഗത്ത് എനിക്ക് ഇത്രയും തൽക്കാലം എടുത്താൽ മതി. ഒന്ന്, പഴയ നിയമത്തിൽ മുഴുവൻ ഇസ്രായേലിനെ ഒരു മുന്തിരി തോട്ടത്തോട് ഉപമിച്ച് സംസാരിച്ചു വരുമ്പോൾ, പുതിയ നിയമത്തിലെത്തുമ്പോൾ നമ്മളെ ഒരു ഭേദഗതി വരുത്തിയ മുന്തിരിത്തോട്ടമാക്കി അല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പറയാണ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും. അതിന്റെ റിലേഷൻ കർത്താവ് സംസാരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായമാണ്. നമുക്ക് നല്ല പരിചയമുള്ള ഭാഗമാണ്. ഒറ്റ വാക്ക് വേണേ വായിച്ചു വിട്ടോളൂ. ഞാൻ സാക്ഷാൽ കണ്ടോ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. വായിച്ചോളൂ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പൊ മുന്തിരിവള്ളിയെ പ്രത്യേകിച്ച് മാറ്റിയല്ല നിർത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന ഒറിജിനൽ മുന്തിരിവള്ളി താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ അതിനോട് ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. മറ്റത് നിരത്തി ഇങ്ങനെ മുന്തിരിവള്ളി നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. കർത്താവ് അതിന് പുറത്തു നിന്നൊരു സംരക്ഷണ വലയം ചെയ്ത് ഇസ്രായേൽ ജനത്തിന് ആവശ്യമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പുറത്തു നിന്നായിരുന്നു മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. പുതിയ നിയമത്തിൽ ഇത് ആകമാനം മാറി. പഴയ നിയമത്തിൽ കർത്താവ് ആകാശത്തുനിന്ന് മന്ന പൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ എന്നെ തിന്നണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
You understand me? മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിൽ പാറയെ തല്ലിപ്പൊളിച്ച് അതിൽ നിന്ന് വെള്ളം ചാടിച്ചവരെ കുടിപ്പിക്കുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ കർത്താവിനെ നമ്മൾ പാനം ചെയ്യുക എന്ന സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പഴയ നിയമത്തിൽ മാറ്റി നിർത്തി അവരവർക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. നമ്മളെ ക്രിസ്തുവിൽ നിർത്തുകയാണ്. എൻ ക്രിസ്റ്റോസ്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു സംവിധാനം. ഈ വെള്ളം ഗ്ലാസിനുള്ളിൽ നിൽക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന് ഉള്ളിൽ കടക്കുന്ന ഒരു സംവിധാനം. സ്വതന്ത്രം. അതാ അവിടെ പറഞ്ഞ എന്നിൽ കായ്ക്കാത്ത കൊമ്പ് മുറിച്ചു കളയും. മനസ്സിലാണ്ടോ? ആ പാസേജ് നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ് എന്ന് കരുതി ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്, അല്ലെ? എന്നിൽ കായ്ക്കാത്തത്. അടുത്തൊരു പദം കൂടി അവിടെ പറയുന്നുണ്ട്, കായ്ക്കുന്നതിനെ ഞാൻ ചെത്തി ലെവലാക്കും. എന്തിനാണ്? അധികം ഫലം. പക്ഷെ നമ്മളൊന്നും അങ്ങനെ കായ്ക്കുന്നതിനെ ഉപദ്രവിക്കത്തില്ല, അല്ലേ? ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എന്താ പറയാ, മാവ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി, വീടിൻ്റെ അവിടെ നടാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും എപ്പോഴും എടുക്കാൻ താല്പര്യപ്പെടുന്നത് കവറിൽ നിൽക്കുന്നതാണെങ്കിലും 2 മാങ്ങ ഉള്ളതാണ്, അല്ലേ? കാരണം അതാണ് എല്ലാവർക്കും ഇഷ്ടം. അവരുടെ വിചാരം തന്നെ പിന്നെ മാങ്ങ പറവറ വന്നുകൊണ്ടിരിക്കും. പിറകിൽ ഇങ്ങനെ മാങ്ങ വന്ന് നിരന്ന് നിൽക്കുന്നതാണ് വിചാരം. കവറിനകത്ത് മൊത്തം മാങ്ങയാണ്, ഇനി ഇതിൽ കൂടെ കയറി വരും എന്നാണ് പൊതുവിൽ നമ്മുടെ എല്ലാം ധാരണ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞിരുന്നത്, ഈ പൂ നിൽക്കുന്ന സാധനം ഒരു കാരണവശാലും വാങ്ങിക്കരുത്. കാരണം അതിൽ ആ ഒറ്റ പൂവേ ഉള്ളൂ, പിന്നെ ചിലപ്പോൾ ആയുസിൽ അതിൽ പൂ വരാൻ സാധ്യതയുമില്ല. 2, കൊണ്ട് നട്ടിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് 1 വർഷത്തിനകത്ത് പെട്ടെന്ന് അതിൽ പൂ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി അതിനെ ഒടിച്ചു കളയുകയാണ്. അല്ല, ഞാനത് ആർക്കോ പറഞ്ഞു കൊടുത്തു. എവിടെയോ ചെന്നപ്പോൾ ഇങ്ങനെ ഈ സാധനം കൊച്ചു ചെടിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അവരെന്നെ അതിശയത്തോടെ കാണിച്ചു. പാസ്റ്ററെ, വച്ചിട്ട് 3 മാസം പോലും അതിൽ വേണ്ട പൂത്ത് നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഒടിച്ചു കളയണം, അല്ലെങ്കിൽ മെനക്കേടാണ്, അല്ലേ? എന്തിനാണ് ഒടിച്ചു കളയുന്നത്? ഇത് ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ 2 കണ്ണിമാങ്ങ വരും. ആ കണ്ണിമാങ്ങ പിന്നീട് ഈ ചെടി മുളച്ചടുത്ത് വളർന്നു വരാനുള്ള മുഴുവൻ അതിൻ്റെ കൃപാവരങ്ങളെ ഇത് തിന്നും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? കൃപാവരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ മുഴുവൻ ആരോഗ്യത്തെയും ഈ 2 മാങ്ങ തിന്നും. എന്നിട്ട് ഈ മാങ്ങ 2 തറയി വീഴും. നമ്മള് ഈ മാങ്ങ കൊച്ചുമാവ് പൂത്തു നിൽക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എന്തെല്ലാം കലാപരിപാടി. ഇതിനെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നു, അല്ലേ? 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചെടി ഉണ്ടാവില്ല. നമ്മൾ പറയും ആരോ കണ്ണു വിട്ടെന്ന് പറയും. കണ്ണു വെട്ടതല്ല, ഇതാണ് എൻ്റെ സംഭവം, അല്ലെ? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, രക്ഷിക്കപ്പെട്ട് സഭയിലോട്ട് വന്ന് തീരും മുമ്പേ അങ്ങോട്ട് കായ്ക്കാൻ തുടങ്ങുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു റെസ്റ്റും ഇല്ല, വന്ന ഉടനെ കായ്ക്കാൻ തുടങ്ങുകയാണ്. മീശ എടുക്കുന്നു, പറ്റുമെങ്കിൽ പുരുകം അടക്കം എടുക്കുന്നു, അല്ലേ? ഒരക്ഷരം വേണ്ടതില്ലേ? എല്ലാ പ്രാർത്ഥനയ്ക്കും വരുന്നു, ഇടിച്ചു നിൽക്കുന്നു, ഭയങ്കര പരിപാടി, ഭയങ്കര ആത്മീക പരിപാടി. 2-3 ആഴ്ചയെ കാണുള്ളൂ, അല്ല? ചിലപ്പോൾ 2-3 മാസം കണ്ടുവന്നിരിക്കും. പതുക്കെ വളരണം, നിന്ന് വളരണം, കായ്ക്കണം. അതിൻ്റെ സമയത്ത് കായ്ച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? സമയത്ത് കായ്ച്ചാൽ മതി, കായ്ക്കണം. 10 കൊല്ലമായിട്ട് കായ്ക്കാതെ നിൽക്കുന്ന പരുവക്കേടാണ്, അല്ലേ? ആൾക്കാർ കടയിൽ ചെന്ന് ആദ്യം ചോദിക്കുന്നത് അടുത്ത മാസം കായ്ക്കുമെന്നാണ്. ആൾക്കാർക്ക് ഇത്ര തിരക്കായിപ്പോ, അല്ലേ? 5 കൊല്ലമായിട്ട് കായ്ക്കുമെന്ന് പറഞ്ഞാൽ മിക്കവാറും ആരും വാങ്ങിക്കില്ല, അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ മരം മേടിക്കാൻ പോയി. ചുമ്മാ ഞാൻ പോയി കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഒരു തെങ്ങ് കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് എത്ര കാലം എടുക്കും കായ്ക്കാൻ? അത് സാറേ ഏറെക്കുറെ അതിൻ്റെ കൂമ്പ് വന്ന് നിൽക്കുകയാണ്. ചുമ്മാ അത് തൻ്റെ കൂമ്പിൻ്റെ അകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ, കൂമ്പ് വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ അവരുടെ വിചാരം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ? ഫലം കായ്ക്കണം, അതിനൊരു ടൈമുണ്ട്. ടൈമിന്റെ തലേ ദിവസം ഫലം കായ്ക്കാൻ നമ്മൾ നിൽക്കേണ്ട, പാകമാകും മുമ്പ് നമ്മൾ കായ്ക്കാൻ നിൽക്കേണ്ട. അങ്ങനെ കായ്ച്ചിട്ടുള്ളതൊക്കെ അപകടം വരുത്തിയിട്ടുണ്ട്. സ്വന്തം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നിൽ കായ്ക്കണം, മാറി നിന്ന് കായ്ക്കാൻ പാടില്ല. എന്നിൽ കായ്ച്ചാലും കർത്താവ് ചെത്തും. എന്തിന്? കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി. കായ്ക്കാത്തതിനെ കർത്താവ് വെട്ടിക്കളയും. റൈറ്റ്? അത് വളരെ ഗൗരവമുള്ള കാര്യം. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം അവിടെ വിശദീകരിക്കാൻ എൻ്റെ മെയിൻ ടോപ്പിക്കോട് വഴിയിലായി പോകും. സ്വന്തം ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ മുന്തിരിത്തോട്ടത്തെ മാറ്റി നിർത്തി മറ്റൊരു സംഭവമായി ചെയ്തിരുന്നെങ്കിൽ അതിൽ പാളിച്ചയുണ്ടായതുകൊണ്ട് കർത്താവ് അതിനെ മൊത്തത്തിൽ മാറ്റി പുതിയൊരു സിസ്റ്റം കർത്താവ് കൊണ്ടുവരികയാണ്. ആ വെളിപ്പാടാണ് യേശുക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവുകയാണ്. നീ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് മുകളിൽ ഞാനിത് പണിയാൻ പോവുകയാണ്. സ്വതന്ത്രം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. ഒടുവിലത്തെ 2 വാക്യം ഒന്ന് വായിക്കൂ.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ട് യോഹന്നാൻ അത് വെളിപ്പെടുത്തി എഴുതുകയാണ്. വാസ്തവത്തിൽ യോഹന്നാന്റെ എഴുത്തുകൾ വളരെ രസകരമാണ്, പഠിപ്പിക്കാനും നല്ല രസമാണത്. പക്ഷെ ഇച്ചിരി റിസ്ക് ആണ് പഠിപ്പിക്കാൻ, ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ്. സ്വത്രം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഒന്ന്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ആവശ്യമുള്ളത് മാത്രമേ യോഹന്നാൻ എഴുതിയിട്ടുള്ളൂ. മനസ്സിലുണ്ടോ? അപ്പൊ ഇസ്ലാം വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇസ്ലാം വന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം യേശു ദൈവപുത്രൻ അല്ല എന്ന് പറയുക എന്നുള്ളതാണ്. മനസ്സിലുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ യോഹന്നാൻ ഇത്ര വ്യക്തമായി ഒരെഴുത്തിൽ യോഹന്നാന്റെ കൊതി തീരുന്നില്ല. യോഹന്നാൻ പിന്നെ 3 ലേഖനം എഴുതുന്നു. 3ലും യോഹന്നാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. എതിർ ക്രിസ്തുവിനെ, കള്ളക്രിസ്തുക്കളെ ബ്ലോക്ക് ചെയ്ത് എഴുതുകയാണ്. യേശു ദൈവപുത്രനല്ലെന്ന് ആരെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ സംസാരങ്ങളെയും ബ്ലോക്ക് ചെയ്ത് എഴുതുകയാണ് യോഹന്നാൻ. അവിടം കൊണ്ടും തീരുന്നില്ല. അത്രയും സ്ട്രോങ് ആയി യോഹന്നാൻ എഴുതിയതുകൊണ്ട് കർത്താവ് ഭാവിയിൽ സംഭവിക്കാനുള്ള വെളിപ്പാടുകളും യോഹന്നാൻ തന്നെ കൊടുക്കുകയാണ്. യോഹന്നാൻ ഒട്ടും കുറവ് വരുത്താതെ അങ്ങനെ തന്നെ അത് എഴുതി സഭകൾ കേൾപ്പിച്ചു തരികയാണ്. എത്ര മനോഹരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വതന്ത്രം യോഹന്നാൻ കണ്ടോ, പച്ചയ്ക്ക് കാര്യം വെളിപ്പെടുത്തി എഴുതുകയാണ്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. കണ്ടോ? അപ്പൊ നമുക്ക് ജീവൻ ഉണ്ടാകാൻ അത് മാത്രമേ ഉള്ളൂ വഴി. ഇത് ശരിക്കും അറിഞ്ഞിട്ടാണ് പിശാച് മുഹമ്മദിനെ എഴുന്നേൽപ്പിച്ചത്. കേട്ടോ? മൂപ്പരിപ്പോൾ വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ്. ആലപ്പുഴയിലെ ഒരു കൊച്ചു പയ്യൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെല്ലുവിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. എന്ന് പറഞ്ഞാൽ കുന്തിരിക്കൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചോളാൻ, കൊന്ന് വീട്ടിൽ തരുമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയാണ് അവരുടെ ഒറിജിനൽ കളർ. അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൽ വേറെ ആരും ടെൻഷൻ പിടിക്കാനൊന്നും കാര്യമില്ല. നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഇവരെ വളർത്തിയത്. ഫുൾ പൈസ ഗവൺമെന്റ് ചെലവ് കൊടുത്ത് ഉസ്താദുമാർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് തന്നെയാണ് പഠിപ്പിച്ചത് ഇവര്. ഈ തീവ്രവാദം പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ ദിവസത്തിലെ ഒരാൾ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് കണ്ടു. ഇപ്പോഴും ഇത് എന്താ പറയാ, ഗൗരവമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലത്തിനകത്ത് ഇതിന്റെ ഫുൾ ഫ്രൂട്ട് വെളിയിൽ വരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു ഫ്രൂട്ടൊന്നും അല്ല. ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു ദിവസം ഒരാൾ വെല്ലുവിളിക്കുന്നത് കേട്ടു. അവർ പറയുകയാണ്, ഞങ്ങളുടെ ശത്രുക്കൾ BJP ആണ്, കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് മാറിത്തരണം, നിങ്ങൾ ഇടയിൽ വന്ന് കയറരുത്, വന്ന് കയറിയാൽ നിങ്ങളെ ഞങ്ങൾ കൊന്നാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇത് പച്ചയ്ക്ക് പറയുകയാണ്. അടുത്ത് BJP അവർ പറയാണ്, നിങ്ങൾ 1 കൊന്നാൽ ഞങ്ങൾ 4 കൊന്നിരിക്കും, നിങ്ങൾ എവിടെയോ 10 കൊന്നു, ഞങ്ങൾ 12 കൊന്നിട്ടുണ്ട്. അല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ? എവിടെയോ ഒരുത്തനെ കൊന്ന് അവന്റെ ശവടക്ക് നടക്കുന്നതിന് മുമ്പേ വിതിൻ 24 hours അടുത്ത ആളിനെ കൊന്നു കഴിഞ്ഞു. 7 സെക്കൻഡ് എടുത്താണ് കൊന്നതെന്നാണ് അവർ പറയുന്നത്. അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളെ കൊന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അത്ര ക്ലിയർ ആയി കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു ടീമുകൾ മുഴുവൻ. അല്ലെ? പാരലൽ പോലീസിംഗ് ഉള്ള 3 ടീമാണ്. 1 കമ്മ്യൂണിസ്റ്റ്, 2 ഈ പറഞ്ഞ RSS അല്ലെങ്കിൽ BJP, 3 ഈ പറഞ്ഞ ഇസ്ലാം. ഇവർക്ക് 3 പേർക്കും പാരലൽ പോലീസിംഗ് ഉണ്ട്. പാരലൽ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടാളമില്ലേ, സെയിം അതുപോലത്തെ ടീം ഇവർക്കുണ്ട്. അത് ചില സമയത്ത് അവരെ റോഡ് ഷോ അവർ കാണിക്കും. മനസ്സിലാണ്ടോ? എന്തിനാണ് ഇവർ വളരുന്നത്? ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ എന്തെങ്കിലും സമൂഹത്തിൽ ഉന്നമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, തമ്മിലടിച്ച് ചാവാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വതന്ത്രം ഈ 3 ഗ്രൂപ്പിനകത്തുള്ള കമ്മ്യൂണിസം ആയാലും ഈ പറഞ്ഞ RSS ആയാലും ഈ പറഞ്ഞ ഇസ്ലാം ആയാലും ഇവരിലുള്ള യൗവനക്കാരെ മുഴുവൻ ഇവർ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, തമ്മിലടിച്ച് ചാവാൻ വേണ്ടി. എത്ര ഖേദകരം, എത്ര ദുഃഖകരം എന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഇങ്ങനെ പറ്റിയത്? ഇവിടെയൊക്കെ നമുക്കൊരുപാട് റോൾ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള ലൈഫ് സേവിങ് മെഡിസിൻ വന്നിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. നമ്മളൊക്കെ ഉറങ്ങിപ്പോയി. ഇവിടെ പിശാചാവോളം വളർന്നു കഴിഞ്ഞു. കയ്യിൻ്റെ അകത്തുള്ള സെയിം ആത്മാവിനെയാണ് ഇത്ര യൗവനക്കാരുടെ അകത്ത് ഈ പിശാച് നിറച്ചിരിക്കുന്നത്. കയ്യിനോട് കർത്താവ് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്ക് അറിയില്ലേ? സ്വത്രം, വാതിൽക്കൽ പാപം കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അവനെ കീഴടക്കണം. ഇന്ന് യൗവനക്കാരുടെ അകത്ത് മുഴുവൻ ഈ കൊലപാതകത്തിന്റെ ആസക്തി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ഇസത്തിന് വേണ്ടി, വെറുതെ മതത്തിന് വേണ്ടി, നയാ പൈസയുടെ ഗുണമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ അവർക്ക് മടിയില്ല. മക്കളുടെയും ഭാര്യയുടെയും അമ്മയപ്പന്മാരുടെയും മുമ്പിൽ വെച്ച് വെട്ടാനും പീസാക്കാനും അവർക്ക് മടിയില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ഒറ്റമൂലി വൈദ്യനെ എത്രയോ ദിവസം കൊണ്ട് താമസിപ്പിച്ചിരുന്നിട്ട് അയാളുടെ ഒറ്റമൂലി പിടിച്ചെടുത്തോന്ന് അറിയില്ല. അയാളെ കൊന്ന് പീസാക്കി ചാക്കിൽ കെട്ടി കൊണ്ട് കളഞ്ഞെന്ന്. കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിച്ചു കൊന്നു, അത് സ്വാഭാവികമായി സംഭവിച്ചു എന്നൊക്കെ നമുക്ക് വയ്ക്കാം. മാസങ്ങൾ താമസിപ്പിച്ച് അയാളെ കുറേശ്ശെയായി കൊന്ന്
പീസ് പീസാക്കി ചാക്കിൽ കെട്ടി കൊണ്ട് കളയുക ഒരു വലിയ ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ പിശാച് എത്ര സ്ട്രോങ് ആയി വ്യക്തികളിൽ വേരൂന്നിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണെന്ന് അറിയണം. ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടാണെന്ന് അറിയണം. രാജ്യത്തിന്റെ കാവൽക്കാരായി ദൈവം തിരഞ്ഞെടുത്ത വിശ്വസ്തരായിരിക്കുമെന്ന് കരുതി ഏൽപ്പിച്ചത് എന്നെയും നിങ്ങളെയുമാണ്. നമ്മൾ ഉറങ്ങി, നമ്മുടെ സുരക്ഷിതത്വം മാത്രം നമ്മൾ നോക്കി, നമ്മുടെ വേദന മാറുന്നതും നമ്മുടെ ബലഹീനത മാറുന്നതും നമുക്ക് കാശുണ്ടാക്കാനും മാത്രമായി നമ്മൾ കർത്താവിനെ ഉപയോഗിച്ചു. കർത്താവിൽ ഉണ്ടാകേണ്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ദേശത്തിൽ സകല ജനത്തിനും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്തോ പേര് പറഞ്ഞ് ഇതെല്ലാം മറച്ചു വെച്ചു. അതുകൊണ്ട് ആ ജനം ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി. അവരിന്ന് പിശാചിന്റെ കൈകളിലാണെന്നുള്ള തികഞ്ഞ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഇന്ന് അനങ്ങാൻ തയ്യാറല്ല. സ്വതന്ത്രം നമ്മൾ സുഖമായിട്ട് നമ്മൾ പത്രോസിനെ തെറി പറയുക, അയ്യോ പത്രോസ് എന്ന് അവിടെ വെയിൽ കൊണ്ടുകൊണ്ടിരുന്നു, തീ കാഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ പിന്നെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് പറഞ്ഞു I will build my church. He has done. കർത്താവ് അത് ചെയ്തു. Then what's our responsibility? അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ കൃത്യം ഈ ചർച്ചിനകത്താണെങ്കിൽ നമുക്ക് ഈ ഇരിപ്പൊന്നും ഇരിക്കാൻ പറ്റില്ല. ലോകം നശിക്കുന്നത് കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന തരം യൗവനക്കാര് ഈ പൈശാചിക ബാധ പിടിച്ച് നമ്മുടെ കേരളക്കരയിൽ പോലും തലങ്ങും വിലങ്ങും നടക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആരെയും കൊല്ലാനുള്ള കയ്യിന്റെ മേലുള്ള സെയിം പൈശാചികത്വം, സ്വന്തം സഹോദരനെ കൊല്ലാനുള്ള പൈശാചികത്വം ആദിമ മാതാപിതാക്കളുടെ മക്കളുടെ മേൽ പിശാച് ഇൻജെക്ട് ചെയ്തു എങ്കിൽ the same effect ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നു. അവരാ പൈശാചികത്വം നിറഞ്ഞിട്ട് റോഡിൽ ഇറങ്ങി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരെങ്കിലും വരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്ന് പീസാക്കി തരാമെന്ന്. ആ നിലയിൽ കൊച്ചു പാലുകുടി മാറാത്ത പിള്ളേര് പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നതിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ട്. Praise the Lord. കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്തിരിക്കുന്നു. God has appointed us to do or to continue that ministry, but we are not doing that. നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ സുഖം ഉറക്കമാണ്. 7 ദിവസം നമുക്ക് ഉത്സവമാണ്. നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നു, പാടുന്നു, നമ്മൾ കർത്താവിൽ ആനന്ദിക്കുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ആനന്ദിക്കുന്നു. ഇത്ര തന്നെ. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ കൂടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടുന്ന ജനം റോഡിൽ കിടന്ന് തമ്മിലടിക്കാൻ ചിഹ്നം വിളിക്കുന്നു എന്ന് നമ്മൾ മറക്കരുത്. മനോഹരമായ ഹോളും സംവിധാനങ്ങളും പണിയാനുള്ള എല്ലാ സൗകര്യങ്ങളും കർത്താവ് മുകളിൽ നിന്ന് ഇറക്കി തരുന്നത് നിങ്ങൾക്ക് മാത്രം ഇരിക്കാനല്ല, ഈ ജനത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ തലമുറകൾക്കകത്ത് വീഴേണ്ടുന്ന കണ്ണുനീരുകളുടെ ഉത്തരവാദി നമ്മളായി മാറുമെന്ന് നിങ്ങൾ ഇന്ന് രാത്രിയിൽ മറക്കരുത്. We have that responsibility. ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണം. സ്വത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? അവൻ മുഖം മാറ്റിക്കളഞ്ഞു. എനിക്ക് അടിമയായിരിക്കാൻ ഒക്കില്ല. യേശുക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അടിമയായിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അതേ ഡ്യൂട്ടി ചെയ്യാൻ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 3:16 നമുക്ക് നല്ല ബോധ്യമുണ്ട്. വായിക്കുക യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ അത്ര സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനെ കർത്താവ് തന്നു. എത്ര വലിയ സ്നേഹമാണ് കർത്താവ് കാണിച്ചു നോക്കൂ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നെന്ന് എനിക്കറിയില്ല. സ്വർഗത്തിൽ കർത്താവിന് വിലപിടിപ്പുള്ളതെന്ന് പറയാൻ തന്റെ ഏകജാതനാണ് അല്ലേ. കർത്താവിന് ഭൂമി ഉണ്ടാക്കാൻ വലിയ റിസ്ക് ഒന്നും ഉണ്ടായില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഉണ്ടായി അല്ലേ. വൃക്ഷലതാദികളെ ഉണ്ടാക്കാനോ പക്ഷി മൃഗാദികളെ ഉണ്ടാക്കാനോ ഈവൻ മനുഷ്യനെ ഉണ്ടാക്കാനോ കർത്താവിന് റിസ്ക് ഉണ്ടായില്ല. മനുഷ്യൻ ഉണ്ടാക്കാൻ ഇച്ചിരി മണ്ണ് കുഴച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നമ്മളെ ഈ പരുവത്തിന് മനോഹരമായി സൃഷ്ടിക്കാൻ കർത്താവിന് റിസ്ക് എടുക്കേണ്ടി വന്നില്ല. കർത്താവിന് റിസ്ക് എടുക്കേണ്ടി വന്നത് എന്നെയും നിങ്ങളെയും പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി താൻ കൊടുത്ത വില തന്റെ ഏകജാതനെ ക്രൂശിക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യമാണ്. ആ ക്രൂശിച്ച് ജനത്തെ വിടുവിച്ച കാര്യം ഈ ജനത്തിന് അറിയാതിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഈ ഉറക്കമാണ്. ഇത് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ അവർ തമ്മിൽ വെട്ടി അവിടെ ചാകുമെന്ന് കരുതരുത്. അവർ നമ്മളെ കൊല്ലാൻ തുടങ്ങുന്ന കാലം അതിവിദൂരമല്ല. സ്തോത്രം. താമസിയാതെ കേരളവും തമിഴ്നാടും ഒക്കെ
ഇന്ത്യ മഹാരാജ്യം തന്നെ മുസ്ലിമിന്റെ കയ്യിലേക്ക് ഭരണം പോകുമെന്ന് നിങ്ങൾ അറിയണം. സിറിയയിൽ സംഭവിക്കുന്നതിന്റെ അപ്പുറമല്ല നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ചെറുതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, വളരെ ഗൗരവമായിട്ടുള്ളതാണ്. സ്തോത്രം. വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലും ഒക്കെ യാത്രയ്ക്ക് പോകേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. കർത്താവിന്റെ വരവ് വരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് തലമുറകളായി നമ്മൾ തെന്നിമാറിയിരിക്കുന്നു. ഒരു മടങ്ങി വരവിന് നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണ് കർത്താവെ ചെയ്യേണ്ടത്? തിരുസന്നിധിയിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കാൻ തയ്യാറാകണം. നമുക്കെല്ലാം എഞ്ചിനീയറിംഗും ഡോക്ടറും ആകണമെന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. എന്തുമായിക്കോളൂ, പക്ഷേ അതിനോട് കൂടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാകണം. അതാകണം നമ്മുടെ മെയിൻ ടാർഗറ്റ്. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനുള്ള അനുവാദമില്ല എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കരയുന്നതും എനിക്ക് തോന്നുന്നു മുതലക്കണ്ണീര് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്വത്രം. കാരണം നമ്മുടെ പിതാക്കന്മാർ മാറി നിന്നത് തന്നെയാണ് ഈ തകർച്ചയുടെ കാരണം. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ കേരളത്തെ മുഴുവൻ സുവിശേഷീകരിക്കാനുള്ളതിൻ്റെ അധികം ഫണ്ടുകൾ ഇവിടെ വന്ന് മറിഞ്ഞു കഴിഞ്ഞു. എത്രയോ പേർ റബ്ബർ എസ്റ്റേറ്റ് മേടിച്ചിട്ട് കഴിഞ്ഞു. എത്രയോ പേർ വമ്പൻ വീടുകളും വെച്ച് കഴിഞ്ഞു. ആ കാശിന് കർത്താവിന്റെ നാമത്തിൽ ചെയ്യാനുള്ളത് മുഴുവൻ ബാങ്കുകളിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയത്, സ്തോത്രം, ബാങ്ക് ഒരു സമ്മാനമായി, പ്രോത്സാഹന സമ്മാനമായി ഇന്നോവ കാർ കൊടുത്ത് മാനിച്ചത് ഒരു IPC കാരനെയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു 4-5 കോടിയൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടീ സെറ്റ് തരും. 6 ഗ്ലാസും 2 പാത്രമൊക്കെ അടങ്ങിയ ഒരു ടീ സെറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ തരും. എന്തിനാ? നിങ്ങൾ ഇത്രയും കോടി ഇട്ടതുകൊണ്ട്. ഒരു ഇന്നോവ കാർ ടീ സെറ്റിന് പകരം കൊടുക്കണമെങ്കിൽ ഉദ്ദേശം എത്ര പൈസ ബാങ്കിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് കിട്ടിയതൊരു പാസ്റ്റർക്കാണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. ഇതിന് വന്ന കാശൊന്നും പണിതിട്ടും പേർത്തിട്ടും വന്നതല്ല. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വന്നത് തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ? നമ്മളെല്ലാം ഇതിൻ്റെ ഉത്തരവാദികളാണ്. നമ്മളെല്ലാം ഇതിൻ്റെ ഉത്തരവാദികളാണ്. സ്തോത്രം. ആരോ അത് പറയുന്ന കേട്ടു, KPക്ക് പോലും കാർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ KPക്കുള്ള ഫണ്ടിനേക്കാളും എത്രയോ മുകളിലായിരിക്കും ഈ പറഞ്ഞ ഫണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഫണ്ടിനെ കുറിച്ചൊന്നും ഭാരപ്പെടണ്ട, അതവിടെ കിടക്കട്ടെ. നമ്മളെ ചിലപ്പോൾ ഫണ്ട് കാണില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള ചിലത് ചെയ്യാനുള്ള ആരോഗ്യമില്ലേ? നമുക്ക് ഒന്ന് വർത്തമാനം പറയാൻ പറ്റില്ലേ? കർത്താവിന് വേണ്ടി ചിലത് നമുക്ക് വായനയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഇടയിലുള്ളത് മുഴുവൻ ഭീരുക്കളാണ്. സ്വത്രം. ഞങ്ങളൊക്കെ പോലും ബീഡിയിട്ട് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചിട്ട് പറയാം, പക്ഷേ അങ്ങനെയൊന്നും ചെയ്തു കേട്ടോ. എന്ത് പണിക്കാണ് നമ്മളിങ്ങനെ നടക്കുന്നത്? നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഉപദേശിക്ക് മാത്രമുള്ള ഉത്തരവാദിത്വമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്വമാണ്. നിങ്ങൾ മനോഹരമായ ഹോൾ വെക്കുകയാണ്, നിങ്ങൾ ചിലപ്പം കമ്പി മേടിച്ചു കൊടുക്കും, സിമൻറ്റ് മേടിച്ചു കൊടുക്കും, അതവിടെ ഇരിക്കട്ടെ. അത് നിങ്ങൾക്കിരുന്ന് ആരാധിക്കാനുള്ള സൗകര്യം. അതിനകത്ത് ജനത്തെ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ ചെറുവിരൽ നിങ്ങൾ അനക്കുന്നില്ലെങ്കിൽ ഈ പണി മുഴുവൻ വ്യർത്ഥമാണ്. സ്തോത്രം. ബാക്കിയെല്ലാം ഇവിടെ ജാട കാണിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇത് ആവശ്യമാണ്, മനോഹരമാണ്, ഹോൾ മനോഹരമാണ്. ഞാനതിൽ ഭയങ്കര സന്തോഷമാണ്. ഞാനതിനെ ഒട്ടും കുറച്ച് പറയല്ല. വമ്പൻ ഹോൾ ഉണ്ടാക്കണം, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ
അതിനകത്ത് ജീവനുള്ള കല്ലിനെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇതിനകത്തിരിക്കുന്ന ജീവനുള്ള കല്ലുകൾക്കാണ്. അതുകൊണ്ട് നമ്മൾ ചത്ത കല്ലുകൊണ്ട് പണിത് ഉയർത്തി വരുമ്പോൾ ഞാൻ ജീവനുള്ളവനായി എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഹോളോ ബ്രിക്സായി മാത്രം നിങ്ങൾ അവശേഷിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ള വെറും ഒരു കമ്പിയായി നിങ്ങൾ അവശേഷിക്കും. അതല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം ജീവനുള്ള കല്ലായി കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി മാറണം. ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ വളരെ വേഗം മുമ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, യഹോവയായ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നു. ഏകജാതൻ വന്നിട്ട് പറയാ, ഞാൻ പണിയാൻ പോവുകയാണ്. ഇനി നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വാക്യം കൂടി ഞാൻ പരിചയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ചത് യോഹന്നാൻ 3:16 ഇനി വായിക്കാൻ പോകുന്നത് 1 യോഹന്നാൻ 3:16. ഒന്ന് വായിക്കൂ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് an actual love. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, പഴയ നിയമത്തിൽ കർത്താവ് മുന്തിരി തോട്ടത്തെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ പുതിയ നിയമത്തിൽ അങ്ങനല്ല. ക്രിസ്തു എന്ന മുന്തിരി വള്ളിയിൽ നമ്മളെ കൊമ്പുകളായി ചേർത്തൊട്ടിച്ചു. അതുവഴി നമുക്ക് എന്താ കിട്ടിയത്? സ്നേഹം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ്. അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ക്രിസ്തുവിനോട് നമ്മളെ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്നേഹം എന്തെന്ന് അറിയുന്നു. അതാ പറഞ്ഞേ, സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിനാൽ സ്നേഹം എന്ത് എന്ന് നമ്മൾ അറിയുന്നു. വായിക്കേ. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഇങ്ങനെ വായിച്ച നാമും ആ സാധനം പോയി. അതാണ് നമുക്ക് വേണ്ട സാധനം, അല്ലേ? നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വച്ചു കൊടുക്കേണ്ടതാകുന്നു. ഇത് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ കേരളമൊക്കെ എന്നെ ഗുണം പിടിച്ചു വേനെ. അവന്മാർ ആരെയും കൊല്ലാൻ അവന്മാരുടെ പ്രാണൻ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പ്രാണനെ നേടാൻ നമ്മൾ പ്രാണനെ വെച്ചു കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രാണനെ സേവ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് നമുക്ക് അവരുടെ പ്രാണൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അതാ വചനം പറയുന്നത്, നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കളയും. ആക്ച്വലി നൗ വി ആർ ലൂസിങ് അവർ ലൈഫ്. നമ്മൾ പേടി കാരണം നമ്മുടെ ജീവനെ സേവ് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് പിശാച് ഇവിടത്തെ ഒരുപാട് ജീവനുകളെ അപഹരിക്കുന്നു. പിശാചിന്റെ കയ്യിൽ നിന്ന് ജീവനെ പിടിക്കണമെങ്കിൽ യേശു തന്നെത്താൻ ജീവനെ കൊടുത്തതുപോലെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. അത് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ എന്തിനാ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു പണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്തും വലിയ പുരുഷാരമാണ് കർത്താവിൻ്റെ കൂടെ നിന്നത്. എന്തിനാണ്? ചുമ്മാ വല്ലതൊക്കെ തിന്നുക, ഇത്തിരി വർത്താനമൊക്കെ കേൾക്കുക, ഒരു രസം. കർത്താവ് നല്ല മൊഴികൾ പറയും, പിന്നെ ആൾക്കൂട്ടം ഒരു രസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബലൂൺ കച്ചവടമുണ്ട്, പ്രാവ് കച്ചവടമുണ്ട്, പ്രാക്കാഷ്ടം കച്ചവടമുണ്ട്, കച്ചവട പരിപാടികളുണ്ട്. ഇതൊക്കെ നടന്നു പോവും. സ്തോത്രം. കർത്താവിൻ്റെ കൂടെ തന്നെ അപ്പോസ്തലന്മാരെ പോലെയും ഉടായിപ്പുകാരുണ്ടായിരുന്നു. പിന്നീട് രക്ഷപ്പെട്ടവരാണ് പത്രോസ് അടക്കമുള്ള ടീമുകൾ. മറ്റുള്ള അപ്പോസ്തലന്മാരെ കുറിച്ച് വചനം പറയുന്നില്ലെന്നേ ഉള്ളൂ, വിശദീകരിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരെല്ലാവരും പ്രാണനെ വെച്ചു കൊടുത്തവർ തന്നെയാണ്. പിന്നീട് ആ റോളിൽ കയറി പ്രാണനെ വെച്ചു കൊടുക്കാൻ ഓടിയ ആളാണ് നമ്മൾ കൂടുതൽ എല്ലാ പ്രസംഗത്തിലും പറയുന്ന പൗലോസ്. പൗലോസ് എടുത്തു പറയാം, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സ്വതന്ത്രം. അതാണ് സഭയുടെ മെമ്പർ ചെയ്യേണ്ടുന്ന ഭാഗം. അതുകൊണ്ട് ഞാനും നിങ്ങളും സഭയുടെ അംഗമായി മാറിയെങ്കിൽ ഈ അഭിഷേകം നമ്മുടെ മേൽ പകരും. പ്രാണനെ വെച്ച് നമ്മൾ വെച്ച് കൊടുത്താലേ ഇപ്പൊ നമുക്ക് വരെ നേടാൻ പറ്റത്തുള്ളൂ. പ്രാണനെ വെച്ച് കൊടുക്കാതെ നമുക്ക് വരെ നേടാൻ ഒക്കില്ല. ഇഫ് യു ആർ പ്ലാനിങ് ടു സേവ് അവർ ലൈഫ്, വി കാൻ സേവ് ദം. നമുക്ക് അവരെ രക്ഷിക്കാൻ, അവരെ രക്ഷിക്കണം നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മൾ ഇറങ്ങാതെ പരിപാടി നടക്കില്ല. അതുകൊണ്ട് കരയിലിരുന്ന് കരയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലീസ്, വെള്ളത്തിലൊരുത്ത പൊങ്ങി താണുകൊണ്ടിരിക്കുക, അവനെ രക്ഷിക്കാൻ നമ്മൾ കരയിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ചാടിയേ പറ്റുള്ളൂ. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചാടിയാലോ? നമ്മൾ ചാടിയേ പറ്റുള്ളൂ. നമുക്ക് നീന്താൻ അറിയില്ല. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. നമ്മളെ നീന്തിക്കാൻ, നമ്മളെ മുക്കി കൊല്ലാനല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. സ്വതന്ത്രം. അവനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഇഫ് യു ആർ നോട്ട് ട്രെയിൻഡ്, അതിനുവേണ്ടി നിങ്ങൾ പരിശീലനം പ്രാപിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിക്കും, നമ്മൾ സാക്ഷികളാകും. ആ സാക്ഷിയാവാൻ നമുക്ക് ഇന്ന് വരെ കഴിയുന്നില്ലെങ്കിൽ
നിങ്ങൾക്ക് പറയാനൊരു മടി തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പേടി തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, സ്പീഡിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന 2 ലൈൻ പിള്ളേരെ കൈയടിക്കുന്ന പോലെ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. അവർ ഉഷാറായിട്ട് അടിക്കുകയാണ്, അല്ലെങ്കിൽ അടി കയറും. അതുകൊണ്ട് അവർ ഉഷാറായിട്ട് അടിക്കുകയാണ്. സ്വതന്ത്രം അവരെ ആത്മാർത്ഥതയിൽ നിന്ന് അടിക്കുന്നതാണ്. അത് അടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? നമ്മൾ അങ്ങനെയല്ല അടിക്കാൻ. നമുക്ക് അടി കിട്ടുകയല്ല, എന്നാലും ചിലപ്പോൾ നമ്മൾ കൈയടിച്ചില്ലേ വല്ല വിചാരിച്ചാലോ, അങ്ങനെ അടിച്ചാൽ നമ്മൾ എത്രത്തോളം അടിക്കും, എത്ര പിടിച്ചിരിക്കും? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കൈയടിക്കുന്നു, സത്യം അല്ലേ? ഇവരടിയെ പേടിച്ചടിക്കുന്നതും നിങ്ങളിനി മാനം രക്ഷിക്കാൻ വേണ്ടി അടിക്കുന്നതും രണ്ടാണ്. രണ്ടും ഒന്നാണ്. മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനത്തെ രക്ഷിക്കാതിരിക്കാനാവില്ല. നമുക്ക് ഉറക്കം വരില്ല. സ്തോത്രം. സമൂഹം അത്രയ്ക്ക് തകർന്നിരിക്കുന്നു. നമുക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അത്രയ്ക്ക് മലിനമായിരിക്കുന്നു, അത്രയ്ക്ക് തകർന്നിരിക്കുന്നു. ഏത് സമയവും എവിടെയും കൊലപാതകം നടക്കാം, എവിടെയും അടി നടക്കാം. ആ രീതിയിൽ ഇവിടെ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കഞ്ചാവും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഫണ്ടാണ് ഇവിടെ മറിഞ്ഞിരിക്കുന്നത്. കണ്ടമാനം കാശാണ് എല്ലായിടത്തും മറിഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. മോഡി അതൊക്കെ ഒതുക്കാൻ വേണ്ടിയാണ് പുതിയ നോട്ട് അടിച്ചത്. അതിലൊന്നും വലുതായിട്ട് ക്ലിക്കായില്ല. നോട്ടൊക്കെ അവർ എപ്പോഴും അതിന് മുമ്പ് ഇവർ പുതിയത് അടിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഇതൊക്കെ ചുമ്മാ നിങ്ങൾ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. സ്തോത്രം. അതുകൊണ്ട് ജനത്തെ കർത്താവ് വചനം പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവിക്കണം. പിശാച് അതിന് അനുവദിക്കില്ല. വിയർക്കണ്ടടാ, ഞാൻ അതിന് സെറ്റപ്പ് ചെയ്ത് തരാം. നീ വിയർക്കുകയും വേണ്ട, ഇവിടെ ഒരുത്തനെയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. കയ്യനിൽ പകർന്ന സെയിം സാധനം, നിമ്രോദിൽ പകർന്ന സെയിം സാധനം ഇന്ന് ഓരോ ജനത്തിലും പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകമാണ് നമ്മുടെ മേൽ കർത്താവ് പകരുന്നത്. പക്ഷേ ഇത് പകർന്നിട്ട് ഇത് ആക്റ്റീവ് ആവുന്നില്ല. ഇത് എത്രയായിട്ട് ചാർജ് ആയിട്ടും ഇത് ആക്റ്റീവ് ആവുന്നില്ല. നമ്മൾ ചില ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്ത് കൊടുക്കും. ഇത് ഒരു മിസ് കോൾ വരുമ്പോഴത്തേക്ക് സാധനം ചത്തു അല്ലേ? ടപ്പേ ചാർജ് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഇടുകയാണ്, 100 കാണിക്കും. രണ്ടാമത്തെ പാട്ട് ഏകദേശം വരുമ്പോൾ 100 കാണിക്കും അല്ലേ? അടുത്ത് പ്രാർത്ഥിക്കാൻ ടൈം കൊടുക്കുമ്പോൾ 90, 80, പ്രസംഗിക്കാൻ ആളഴിക്കുമ്പോൾ 50 താഴോട്ട് വരും. പിന്നെ കോട്ട് വായുവോട് കോട്ട് വാ. സ്വത്രം. സത്യം. അപ്പം അത് നമുക്ക് എങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ക്യാമറ നിങ്ങൾ ഇവിടെ തിരിച്ചു വെക്കണം. 2 ഒരെണ്ണം ഈ സൈഡും ഒരെണ്ണം ഈ സൈഡും. എനിക്ക് കുറേ നിങ്ങൾ സ്റ്റഡി ആയിട്ടിരിക്കും അല്ലേ? അങ്ങനെ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പൗഡർ ഇട്ടോട്ട് വരെയും ചെയ്യും. സ്തോത്രം. അതൊക്കെ നമുക്കറിയാം. സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. ദൈവമക്കളെ, കർത്താവ് പറയാ, ഞാൻ പണിയും. കർത്താവ് പണിയുക. കർത്താവ് പണിതിട്ട് നമ്മളെ അതിനകത്ത് മെമ്പർ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാണനെ വെച്ച് കൊടുക്കണമെന്ന്. അതിന് പറ്റാത്ത ആരും ഇതിലോട്ട് കയറരുത്. അതാണ് പ്രാണനെ വെച്ച് കൊടുക്കണം എന്ന സെറ്റപ്പ് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെ വേണ്ട. കണ്ടോ, ഞാൻ സഭയെ പണിയും. ആദ്യം പത്രോസ് പറഞ്ഞു എന്താ? കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പണിയാൻ പോവാണ്. പത്രോസിന് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ പിന്നെ ഞാൻ തന്നെ എൻ്റെ പണിയൊക്കെ നോക്കി നടത്താം അല്ലേ? അടുത്ത കർത്താവ് പറയാണ്, പിന്നെ മനുഷ്യപുത്രൻ കൊല്ലപ്പെടാൻ പോവുകയാണ്. അയ്യോ, അങ്ങനെ വേണ്ട. നമുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ശിഷ്യന്മാരെന്നെ ഇത്രയല്ലേ, ഉമ്മാരാരെങ്കിലും ഒരുത്തരം നമുക്ക് കയറ്റി കൊല്ലാം അല്ലേ? നമ്മൾ അതാണ് പറയുന്നത്. നമുക്ക് പോകണ്ട, നമുക്ക് വേറെ ആരെങ്കിലും വിടാം. നമ്മൾ മാസം 300 വെച്ച് കൊടുക്കാം. എന്തോ വരട്ടെ അല്ലേ? അങ്ങനെ ചില ആൾക്കാർ 300 വെച്ചൊക്കെ മാസം കൊടുത്തു കളയും. ഇതെല്ലാം ഉടായിപ്പുള്ളതെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും കഥ നടക്കുകയല്ല ദൈവമക്കളെ. കർത്താവിന് ആവശ്യം നമ്മളെ ഓരോരുത്തരെയുമാണ്. നമ്മൾ അകത്തത് കത്തണം, കത്തിയെ തീരൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അകത്തത് കത്തണം, അത് കത്തിപ്പോണം. നമ്മൾ ഇറങ്ങണം, പുറത്തേക്ക് ചാടണം. അതിനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നേ അല്ലേ? സിസ്റ്ററുടെ ഒപ്പയൊക്കെ പൗലോസ് സ്വദേശിയൊക്കെ കർത്താവ് വിളിച്ചു. അവർ രാമേശ്വരത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്തു. നമ്മൾ ഓരോരുത്തരെയും എന്തെല്ലാം സ്ഥലങ്ങളിൽ വേല നടക്കേണ്ടതെന്ന് അറിയാമോ? ഒരു വേല നടക്കൂല, തിന്നുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇല്ലേ? ഇതിനകത്തിരിക്കും നമ്മൾ എത്ര പേര് ഈ പണി ചെയ്യേണ്ട ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ ചെല്ലാത്തത് കാരണം നശിച്ചു കിടക്കുന്ന ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇവിടെ നശിച്ചു കിടക്കുന്നു അല്ലേ?
നമ്മൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഭയങ്കര മുട്ടുവേദനയാണ്, കർത്താവ് കൊല്ലുന്നില്ലല്ലോ എന്നുള്ളതാണ് വിഷയം അല്ലേ. എന്നിട്ടും കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കുന്നല്ലോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മളായിരുന്നു കർത്താവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളാണ് കർത്താവ്, എന്ത് ചെയ്തേനെ? നിങ്ങൾ അപ്പനെന്ന നിലയിൽ വീട്ടിൽ കാണിക്കുന്ന പരുവക്കേട് തന്നെ അറിയാം അല്ലേ. ആകെ നമ്മുടെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. കൈ കെട്ടുന്നൊക്കെ പറക്കി തറയിലടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്നാൽ ആരാ പറഞ്ഞോ പുതിയ മൊബൈൽ ഞാനെടുത്ത് തറയിലടിച്ചു, നമ്മൾ കൊള്ളാം, എന്നിട്ട് പോയി വേറെ മേടിച്ചു. എന്തൊരു കഷ്ടമാണ്. ഇവിടെ പിള്ളേർ ചിരിക്കുകയാണ്, വീട്ടിലെ കാഴ്ച തകർത്തിട്ടിരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് പഴയ സാധനങ്ങൾ പറക്കി വെച്ചിരിക്കുക, ദേഷ്യം വരുമ്പോൾ അടിച്ചു പൊട്ടിക്കാൻ അല്ലേ. പുതിയതൊക്കെ പറക്കി വെച്ചിരിക്കാതെ പഴയത് നോക്കി അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുക, പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ എടുത്താൽ തള്ളി പൊള്ളിക്കാൻ വേണ്ടി. സ്വതന്ത്രം. നമുക്ക് തിരിച്ചു വരാം. ഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ? അപ്പൊ ഒരു പുതിയ കാര്യമാണ് കർത്താവ് ഇവിടെ സ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചത്. അതാണ് കർത്താവ് ഇവിടെ സ്ഥാപിക്കുന്നത്. 2, കർത്താവ് യേശുക്രിസ്തു മരിച്ചുയർക്കുന്നത് വരെ ഈ സഭയ്ക്ക് ഒരു തലയില്ല. മനസ്സിലാട്ടോ? ഞാൻ 4 കാര്യം പറഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു 6 കാര്യം പറയാനുണ്ട്. സ്വതന്ത്രം. സമയം ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കുക. 1, യേശുക്രിസ്തു പുതിയ സംഭവമാണ് ചെയ്തത്. 2, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ സഭ എന്നൊരു സംവിധാനം അതിന് തലയില്ല. തലയില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആവോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. എഫേസ്യർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. കേട്ടോ, ശ്രദ്ധിക്കണേ. അങ്ങനെ പിതാവായ ദൈവം ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. വ്യാപരിച്ചു. നമ്മളിലേക്കും വ്യാപരിക്കേണ്ടതാണ് കേട്ടോ. വ്യാപരിക്കുന്നില്ല, കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുകയാണ്. ഈ പൈപ്പ് കംപ്ലീറ്റ് ബ്ലോക്കാണ്, ഇത് വ്യാപരിക്കുകയല്ല. അഥവാ വ്യാപരിക്കാന്ന് കർത്താവ് വിചാരിച്ച ഈ പൈപ്പ് പൊട്ടും. അതിനുള്ള ഗേജ് ഈ പൈപ്പിനില്ല. മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. ഓക്കെ. വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. കണ്ടോ? അപ്പൊ ആ സാധനം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മളെയും ഉയർപ്പിക്കണം. നമ്മൾ ഉയർക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ചാവണം. നമ്മൾ കൊന്നു കളഞ്ഞാൽ ചാവൂല, ചത്താലല്ലേ ഉയർപ്പിക്കാനൊക്കെ ഉള്ളൂ. കൊല്ലാനൊക്കെ ഇല്ല പരിശുദ്ധാത്മാവിനെ. നമ്മൾ മരിക്കാൻ തയ്യാറായാൽ ആത്മാവിനെ നമ്മളെ ഉയർപ്പിക്കാനാകും. അല്ലാതെ നമ്മളെ കൊല്ലാൻ കർത്താവിന് ആ റോൾ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളാ തീരുമാനിക്കേണ്ട ചാവണോ വേണ്ടതെന്ന് അല്ലേ. അല്ലെങ്കിൽ ഒരു ഗുണ്ടായുസമായി പോകും. നമ്മളെ കൊന്നിട്ട് ഉയർപ്പിക്കുന്ന പരിപാടി അതില്ല. നമ്മൾ മരിക്കാൻ തയ്യാറായാൽ നമ്മളെ ഉയർപ്പിക്കാൻ കർത്താവ് തയ്യാർ. അതാ ഇവിടെ പറയുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത്, സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നിർത്തി പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ ചർച്ചനകത്ത് ഇരുത്തി പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ഇതിനെ പ്രസംഗിച്ചു പോകേണ്ടതല്ല. അവിടെ പറഞ്ഞ ശ്രദ്ധിക്കൂ. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ, അത്യന്തം മീതെ എന്ന് പറഞ്ഞാൽ ഇനി കുറെ ഉയരത്തിന് വേറെ വല്ലതും വരുന്നെങ്കിൽ അതിന്റെ ഒക്കെ മീതെ ഇരുത്തുകയും. കണ്ടോ? കർത്താവിനെ അവിടെ കൊണ്ടിരുത്തി. അവിടെ നമ്മളെയും കൊണ്ടിരുത്താനുള്ളത്. പക്ഷെ ഈ പരുവത്തിനെ കൊണ്ടിരുത്താൻ പറ്റൂല. ഈ പരുവത്തിന് നമുക്ക് ആ അധികാരത്തിൽ നമ്മളെ കൊണ്ടിരുത്തിയാലേ നശിപ്പിച്ച് കളയും. ഇപ്പൊ ഇത്രയും തന്നപ്പോ തന്നെ നമ്മൾ ഈ പരുവം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതാണ് കാപ്പബിലിറ്റി ഇല്ലാത്ത ആളിനെ ആ പൊസിഷനിൽ ഇരുത്താൻ പാടില്ല.
അപ്പോൾ ഈ ടീമുകളെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തിക്കൊണ്ടാണ് ഈ നാശം സംഭവിച്ചത്. നമുക്ക് കർത്താവ് തരാൻ ഉദ്ദേശിക്കുന്ന അധികാരം എവിടെയാണെന്ന് പിടികിട്ടിയോ? അവിടെ കൊണ്ടിരുത്തണമെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കാൻ ഓക്കെ ആണെന്ന് കർത്താവിന് ഉറപ്പ് വരണം. നമുക്കിവിടെ കർത്താവ് 1500 രൂപയുടെ ജോലി എന്നപ്പോഴേ നമ്മളൊക്കെ പരുവക്കേടിതാണ്. പിന്നെ കൈയടിക്കാനും വയ്യ, ആരാനൊക്കിരുന്ന് കോട്ടുവായും ഭയങ്കര ക്ഷീണമായിരിക്കുകയാണ്. ആ പാർട്ടിക്ക് കർത്താവ് 2500 രൂപ ജോലി കൊടുത്താൽ ഗതിയാലോ ചോദിക്കുക, കർത്താവിൻ്റെ ജോലിയാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി സാധനം എന്താണെന്ന് മനസ്സിലായി. ഈ ജോലിയുടെ നമ്മുടെ ലോക്കൽ കാര്യം പറഞ്ഞാലേ പെട്ടെന്ന് ക്ലിക്കാവുള്ളൂ. നമുക്ക് മേലെ കയറി പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞില്ലേ? കർത്താവ് ആദ്യം 800 രൂപ വെച്ച് തന്നു നോക്കി. അപ്പോൾ ഭയങ്കര ഭക്തിയും ദൈവകൃപയൊക്കെയാണ്. പിന്നെ 200 വെച്ച് കൂട്ടി നോക്കി. അപ്പോൾ എല്ലാവരും വരികയല്ല. പിന്നെ ഇച്ചിരി ഓവർ ടൈം പിടി തുടങ്ങി, പരിപാടികളിൽ വ്യത്യാസം വന്നു തുടങ്ങി. ശമ്പളം 5000 പിടിച്ച് വെച്ച് കൊടുത്ത് നോക്കിയാല പിന്നെ അങ്ങനെ വരെയില്ല. അതുപോലെ 800 രൂപയൊക്കെ ആയിരിക്കുമ്പോൾ കറക്റ്റ് ദശാംശമായിരിക്കും. കാരണം 80 രൂപയുടെ കേസ് തന്നെയല്ലോ അല്ലേ? എമൗണ്ട് കൂടി വരുമ്പോൾ ദശാംശം നോക്കുമ്പോൾ ഇച്ചിരി പൈസ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ഉപദേശം മാറ്റും. കാരണം അത്രയും കൊടുക്കേണ്ടതില്ല. പുതിയ നിയമത്തിൽ എങ്ങും പറയുന്നില്ല. കണ്ട മനസ്സിലായി കാണുന്നു. മൊത്തം മനസ്സിലായി കഴിഞ്ഞാൽ ഒരക്ഷരം വേണ്ട, ശ്വാസം പോലും എടുക്കൂല. ഭയങ്കര ഹൈ സെൻസിറ്റീവാണ് നിങ്ങൾ. മനസ്സിലായില്ലെങ്കിൽ കയ്യടി ബഹളമായിരിക്കും. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്, ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യുകയാണ്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, അത്യന്തം മീതെ ഇരുത്തുകയും വായിക്കേ സർവവും അവന്റെ സർവവും യേശുവിന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി. കണ്ടോ, തലയാക്കി. അപ്പൊ അതുവരെ സഭയ്ക്ക് തലയില്ലായിരുന്നു. ഏതുവരെ? ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് വരെ. കർത്താവ് ആളെടുക്കുന്നുണ്ടായിരുന്നു, ആളെ ചേർക്കുന്നുണ്ടായിരുന്നു, പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്തു. കർത്താവ് ശിഷ്യന്മാരോട് പറയും ചെയ്തു, ഐ ബിൽഡ് മൈ ചർച്ച് എന്ന്. പക്ഷേ ചർച്ചിന് തല വരുന്നത് യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്ത ശേഷമാണ്. തല വന്ന ശേഷമാണ് സഭ ബോഡി എന്ന നിലയിലേക്ക് വരുന്നതും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അപ്പോഴാണ് ആ റിലേഷൻ വരുന്നത്. തല ഉടൽ എന്ന റിലേഷനിലേക്ക് വരുന്നത് പൗലോസിന്റെ കാലത്തേക്ക് വരുമ്പോഴാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. അടുത്ത ലെവലിലാണ് ക്രിസ്തു തല, സഭ ശരീരം എന്ന ആ ലെവലിലേക്ക് എക്സ്പ്ലനേഷൻ വരുന്നതും നമുക്ക് വെളിപ്പാട് വരുന്നതും. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്വതന്ത്രം. അപ്പോൾ അതിനുശേഷമാണ് അവിടെ തല എന്നൊരു സംവിധാനം സ്വതന്ത്രം ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് സഭയിൽ ശുശ്രൂഷകൾ ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, സഭ എന്നതൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്, ഒരു പുതിയ സിസ്റ്റമാണ്. നമ്പർ 2, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്നത് വരെ സഭയ്ക്ക് തലയില്ല. യു അണ്ടർസ്റ്റാൻഡ്? എന്ന് പറഞ്ഞാൽ ഈ പിന്നീടാണ് കൺട്രോൾ അവിടെ വരുന്നത്. ക്രിസ്തുവിന്റെ മുകളിൽ കൺട്രോൾ വരുന്നത്. തല വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൺട്രോൾ അവിടെ ആയിട്ട് കണക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. തലയിൽ കണക്ഷൻ ഇല്ലാതെ പറ്റില്ല. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്പർ 3, മിനിസ്ട്രി വരുന്നത് കർത്താവ് സ്വർഗത്തിൽ കയറിയതിനു ശേഷമാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം സ്തോത്രം 7 മുതൽ ഒന്ന് വായിക്കൂ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കണ്ടോ, നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാ. കൃപ വല്ലതും ലഭിച്ചോ നമുക്ക്? സ്തോത്രം അല്ലേ? ക്രിസ്തുവിന്റെ ദാനം കിട്ടണമെങ്കിൽ നമ്മൾ എത്തണ്ടേ കർത്താവിന്റെ അടുത്തില്? കർത്താവ് ദാനം വെച്ചോണ്ടിരിക്കുകയാണ്. അവരെ വന്നല്ലേ തരാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ഈ സമ്മാനം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ വേറെ സാധനം തരും നമുക്ക്. നമ്മൾ സ്റ്റേജിൽ നിൽക്കും, ഈ പാർട്ടി ഒങ്ങിരിക്കുകയാണ്, ഇവിടെ വരുന്നവരെ നമ്മൾ വെച്ചോണ്ടിരിക്കണം. ചിലർ പാതി വഴി വരുമ്പോൾ അടുത്ത പേര് വിളിക്കും, നമ്മൾ ഈ സാധനം മാറ്റി വയ്ക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? ചിലർ കഴിച്ചു വരാൻ വലിയ പാടാണ്. സമ്മാനമാണ്. ചിലർ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇല്ല, ഇപ്പം വരുന്നില്ല. ഗ്ലാസ്സിനുള്ളതേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഗ്ലാസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഗ്ലാസ്സിനുള്ളതും ചെയ്തില്ല, പിന്നെ വിഷമം വരുമെന്ന് വെച്ചിട്ട് ഗ്ലാസ് മേടിച്ച് വെച്ചതാണ്. പക്ഷെ അവർക്കത് ബുദ്ധിമുട്ടാണ്. ഗ്ലാസ്സേ ഉള്ളുവോ? മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. ഞാൻ തിരിച്ചു പോരുകയാണ്. കർത്താവ് നമുക്ക് ദാനം തരാൻ പറ്റുകൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് പ്രവചനപരം, ഭൂതശാന്തി, നടക്കുമ്പം ഭൂതളവണം, കാല് വെക്കുമ്പം ഭൂതളവണം. പിന്നെ സ്വന്തമായിട്ടുള്ള വേല നടക്കുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? എല്ലാവർക്കും വൈറ്റ് കോളർ സെറ്റപ്പുകളാണ് ആവശ്യം. കർത്താവിൻ്റെ ഒരുപാട് കൃപാവരങ്ങളുണ്ട്. സ്നേഹം ഒരു കൃപാവരമാണ്. സ്നേഹമില്ലാതെ പരിപാടി തുടങ്ങാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ വേറെ പരിപാടികളാണ് നടക്കുന്നത്. ഞാൻ നിൽക്കട്ടെ, ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു 2-3 കാര്യങ്ങളായി വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് മുമ്പിലോട്ട് പോകാം. ബൈക്കേ ഇന്നലെ ഇച്ചിരി നേരത്തെ വിട്ടതാണ്, ആദ്യ ദിവസമായുണ്ട്. ബൈക്കേ
അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കർത്താവ് ദാനങ്ങളെ കൊടുക്കുക. വായിക്കേ എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും. കണ്ടോ? അപ്പൊ കൃപാവരങ്ങൾ വരുന്നത് കർത്താവ് താഴെ ഇറങ്ങി മുകളിൽ കയറി തിരിച്ചു വന്നിട്ടാണ് ദാനം തരുന്നത്. റൂട്ട് മാപ്പ് കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് പണിയുന്നത് പുത്തൻ സഭയാണ്, പഴയതിലെ ഭേദഗതി അല്ല. 2, കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർക്കുമ്പോഴാണ് തല വരുന്നത്, സെറ്റപ്പ് വരുന്നത്. 3, കർത്താവ് സ്വർഗത്തിൽ താഴെ ഇറങ്ങി മുകളിൽ കയറി തിരിച്ചു വന്നതിന് ശേഷമാണ് ദാനങ്ങളെ തരുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയച്ചതിന് ശേഷമാണ് ദാനങ്ങളെ തരുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനാലാണ് വരങ്ങൾ നടക്കുന്നത്. എന്നിട്ടാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പോയിന്റ്മെന്റിൽ 5 വിധ ശുശ്രൂഷകരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. അവർ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ അകത്ത് ഇതെല്ലാവരും ഉണ്ടാവണം കേട്ടോ. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ടാവേണ്ടതാ അല്ലേ? അല്ലാതെ ഒരു പാസ്റ്റർ മാത്രം പോരാ. ഇന്നത്തെ അപ്പോസ്തലന്മാരുണ്ടാവണം അല്ലേ, ഉപദേഷ്ടാക്കന്മാരുണ്ടാവണം. ഇതൊന്നും ഉണ്ടാവുന്നില്ല അല്ലേ? സ്വതന്ത്രം. ഇത് മുട്ടക്കോഴി അട വയ്ക്കുന്ന പോലെ എല്ലാം ഒരുപോലെ ഇരിക്കും. മുട്ടയുടെ മാത്രമേ കൊള്ളാവൂ, വേറെ ഒന്നിനും കൊള്ളുകയല്ല. മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് മറ്റേ നെറ്റിലിട്ട് വളർത്തുകയും ചെയ്യാം. ഹൈടെക് കൂടില്ലേ? മേലോട്ട് തട്ടുമ്പം വെള്ളം കിട്ടും, താഴോട്ട് കൊത്തുമ്പം ആഹാരം കിട്ടും, പിന്നെ ബാക്കി പുറത്തു പോവും, മുട്ട ഫ്രണ്ടിൽ ഉരുണ്ട് വരും. വെളിയിലിറക്കി വിട്ടാൽ ചത്തുപോവും അല്ലേ? വാസ്തവത്തിൽ നമുക്ക് ആ കൂട് കാണുമ്പോൾ ശ്വാസം മുട്ടലാണ് തോന്നുന്നത്. ഈ കോഴി എങ്ങനെയായിരിക്കും ഇതിനകത്ത് നിൽക്കുന്നത്? വാസ്തവത്തിൽ വളരെ സന്തോഷത്തിലാണ് അത് നിൽക്കുന്നത് അല്ലേ? തിന്നുക, ഇരിക്കുക, മുട്ടയിടുക, പിന്നെ ഇരിക്കുക, തിന്നുക, ഇരിക്കുക. വെളിയിലിറക്കി വിട്ടാൽ ഓടാൻ പറ്റത്തില്ല. ഇവിടുത്തെ അവിടം വരെ ഓടിയാൽ മരിച്ചു പോകും. സ്തോത്രം. ഇതിനെ മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുകയാണ്. നമ്മൾ അങ്ങനെ ആയിപ്പോരും. നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആവണം. സ്തോത്രം. നമ്മൾ കുറെ കൂടെ ഉഷാറാവണം. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. അവിടേക്ക് നമ്മൾ വരണം. ഈ ശുശ്രൂഷകളെ നമ്മൾ പ്രാപിച്ചെടുക്കണം. സ്തോത്രം. എന്നിട്ടാണത് അടുത്ത ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഞാൻ ഇനി അതിന്റെ അടുത്ത വിശദീകരണത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിച്ചത്, സഭ എന്ന നിലയിൽ. ഇനി അതിന്റെ കൺസ്ട്രക്ഷനോടുള്ള ബന്ധത്തിൽ കർത്താവ് അതിനെ, ഞാൻ പണിയുമെന്ന് പറയുമ്പോൾ കർത്താവ് അതിനെ ഫൗണ്ടേഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കർത്താവാണ് ഇതിന്റെ ഫൗണ്ടേഷൻ, ഇതിന്റെ അടിസ്ഥാന കല്ല് കർത്താവാണ് അല്ലെ? കർത്താവ് അങ്ങനെയാണ്. കർത്താവിനെ തന്നെ കർത്താവ് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ആസ് എ ഫൗണ്ടർ ഓഫ് ദി ചർച്ച്, സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ ആദ്യം കർത്താവ് ചെയ്യുന്നത് ആൾക്കാരെ വിളിക്കുകയാണ്, തെരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഓടിച്ചങ്ങ് പോവുകയാണ്. നമുക്കറിയാം ശിഷ്യന്മാരെ മുഴുവൻ കർത്താവ് വിളിക്കുകയാണ്, വിളിച്ച് കർത്താവിന്റെ ആൾക്കാരായിട്ട് തെരഞ്ഞെടുക്കുകയാണ് അല്ലെ? നമ്മളിപ്പോൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചത് അതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോയാൽ 2-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കാവോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും. കണ്ടോ, ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ചേർക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഇപ്പൊ വായിക്കണ്ട. ബാക്കിയുള്ള ആൾക്കാരെ അപ്പോസ്തലന്മാര്, ഇടയന്മാര്, ബാക്കിയുള്ളവരെ വിളിച്ച് ചേർക്കുകയാണ്, ചേർത്ത് പണിയുകയാണ്. സി, അപ്പോൾ ആദ്യം കർത്താവ് നടത്തുന്നത് ചർച്ചിലേക്ക് ജനത്തെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോഗ്രാം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാണ്. ചിലപ്പോൾ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വരുന്നിടത്ത് വെച്ച് തീർക്കാം, ബാക്കി നാളെ തീർക്കാം. ഓക്കെ, കർത്താവ് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ് ജനത്തെ. ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്, ജനത്തെ ക്ഷണിക്കുക അല്ലേ? അതാണ് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കണം, മീറ്റിങ്ങുകൾക്ക് എല്ലാം ക്ഷണിക്കണം അല്ലേ? ഈ മീറ്റിങ്ങിന് മാത്രമല്ല, ഞായറാഴ്ച മീറ്റിങ്ങിന് അവരെ ക്ഷണിക്കണം, വിളിച്ചോണ്ട് വരണം, വരാൻ പറയണം, കർത്താവിനെ ആരാധിക്കാൻ. പക്ഷെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ബോധം വേണം നമ്മൾ അവരെക്കാളും സന്തുഷ്ടരാണെന്ന്. സ്തോത്രം. അവരെക്കാളും വലിയ വീടായതുകൊണ്ടല്ല, വലിയ സെറ്റപ്പ് ആയതുകൊണ്ടല്ല, അവരെക്കാളും എല്ലാം കുറഞ്ഞതാണെങ്കിൽ പോലും നമ്മുടെ മുഖത്ത് ആ സന്തോഷം വേണം. ഇത് കണ്ടാലേ അവർക്ക് നമ്മളോട് വരാൻ തോന്നത്തുള്ളൂ. ഇത് നമ്മളെ പരിഭവം അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പിന്നെ എങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും? അവർ നമ്മളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും, വേളാങ്കണ്ണിയിൽ. ഇവിടെ സിമ്പിളാണ്, ഒരു നൂല് കെട്ടിയാൽ നിന്റെ എല്ലാ വിഷമവും തീരും. ഈ കിടന്ന് കൈയടിക്കുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കാണിക്കണം. നമ്മൾ നല്ല റിലേഷൻ അവരുമായിട്ട് വെക്കണം, ചുറ്റുപാടുള്ളവരായിട്ട് നല്ല ബന്ധം വെക്കണം.
അത് വളരെ പ്രധാനമാണ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിനെ അവർക്ക് വേണമെന്ന് അവർക്ക് തോന്നണം, അല്ലേ? അതൊക്കെ പറ്റില്ലേ? ഇത് അവരുടെ കോഴി ചാടി നമ്മളെ വിളയിൽ വന്നാൽ പറ്റുമെങ്കിൽ അതിൻ്റെ കാലറിഞ്ഞ് പൊട്ടിക്കും, അല്ലേ? നിങ്ങളുടെ വെണ്ടയിൽ 2 കൊത്തു കൊത്തിയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, അത് വെണ്ടയ്ക്ക കായ്ക്കത്തും ഇല്ല, അല്ലേ? അവരുടെ കോഴി ഇച്ചിരി കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എടുത്തു മറിക്കുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ചെല്ലിച്ച് ഒരു തേങ്ങ പിരിച്ചോണ്ട് പോയാൽ അതിന് പ്രശ്നം, എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് പോയാൽ അതിന് പ്രശ്നം. ഇതിനൊക്കെ ഈ കിടന്ന് ചാകുന്ന എന്തിനാണ്? നമുക്കിതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ല? ഈ ഭൂമി ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പറമ്പിലിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരിങ്ങനെ വിശാലമാക്കി കറക്റ്റ് ഇങ്ങനെ സ്ക്വയറാണ്. 2 കുടുംബം താമസിക്കുകയാണ്, ഇങ്ങനെ സ്ക്വയറാണ്. ഈ സൈഡ് ഇങ്ങോട്ടും കയറി, ഈ സൈഡ് ഇങ്ങോട്ടും കയറി. പക്ഷേ കഷ്ടകാലത്തിന് കല്ല് അവിടെ കിടപ്പുണ്ട്, അതാണ് പ്രശ്നം. കല്ലൂടെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടാലേ ഇവർക്ക് ഇത് വീതിയാക്കി എടുക്കാനോ, ആ കല്ല് അവിടെ കിടക്കും. അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്തിനാണ് ഈ കല്ലെടുക്കാത്തത്? ഞാൻ കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു കയറി വന്നു. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഞങ്ങളുടെ ബ്രദർ പറഞ്ഞു, ഇത് ഉടനെ കെട്ടണം. ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് അടി കൂടുന്ന എന്തിനാണ്, അല്ലേ? അവർ ചിലപ്പോൾ കുറച്ചുകൂടി ഇതിനെ നീക്കുമായിരിക്കും, എനിക്കറിയില്ല. ഏതായാലും അവരവിടെ ഇത് എന്താ പറയുക, പുറമ്പോക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് പ്രമാണം ഇല്ല, ഒന്നുമില്ല, എഴുതി കൊടുക്കാതെ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ഇച്ചിരി മാന്തി വെച്ചാൽ ഒരു വാഴ കൂടെ അവിടെ വയ്ക്കാം. അവർ വെച്ചില്ലെങ്കിൽ ഞാൻ വാഴയൊന്നും വയ്ക്കത്തില്ല, കാട് കിടക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ട്. അവിടെ വേണമെങ്കിൽ വേളം വയ്ക്കാം, മതിൽ അങ്ങോട്ട് ഇറക്കി കെട്ടിക്കാം. ഈ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ഇത് കെട്ടി വെച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? ആൾക്കാർ ചാവാൻ നിൽക്കുകയാണ്. എന്തിനാണോ ഈ കിടന്ന് ചാവുന്നത്? സ്തോത്രം. തീരെ നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. സ്തോത്രം. നമുക്ക് അവരോട് പറയാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാം. അവർക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറ്റണം. നമ്മളുമായിട്ട് സമീപനം അങ്ങനെ വന്നാലേ പറ്റത്തുള്ളൂ. ഇത് നമ്മളങ്ങനെയല്ല, നമ്മളവിടെ ആകെ അലമ്പാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, വേറൊരാളിനെ കൊണ്ട് പറയിപ്പിക്കാൻ ധരിച്ചാൽ അവർ പറയും ഇവർ വരുന്ന പള്ളിയിലാണോ, നമ്മൾ വരുന്നില്ല എന്ന് പറയും. മനസ്സിലാകുന്നു എന്ന് കരുതുകയാണ്, നമ്മൾ തടസ്സമാവുകയാണ്. ഞാൻ ആ ഭാഗം മുഴുവൻ ഒഴിവാക്കി തിരിച്ചു വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ പരിപാടി ആൾക്കാരെ ക്ഷണിക്കുകയാണ്, വരുത്തുകയാണ്. അപ്പോൾ ആസ് എ ഫൗണ്ടർ, യേശുക്രിസ്തു സഭയുടെ ബിൽഡർ എന്ന നിലയിൽ, സ്ഥാപകൻ എന്ന നിലയിൽ ആദ്യം യേശു ചെയ്യുന്നത് ജനത്തെ വരുത്തുകയാണ്. രണ്ടാമത് യേശു ചെയ്യുന്നത് ജനത്തെ പഠിപ്പിക്കുകയാണ്. സ്വതന്ത്രം, ടീച്ചിങ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവസഭ എന്താണെന്ന് ജനത്തെ പഠിപ്പിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കിലേക്ക് കയറിയാൽ മിക്കവാറും നമുക്കിന്ന് നിർത്താൻ പറ്റാത്തൊരു അന്തരീക്ഷം വരും. അതുകൊണ്ട് ഞാൻ 2 വിഷയം കൂടി ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞേച്ചും വെച്ച് നമുക്ക് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലേക്ക് ഒന്ന് വരാൻ ശ്രമിക്കാം. നാളെയും കൂടെ കൊണ്ട് നമുക്ക് അതിനെ അങ്ങ് തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ? കാരണം ഇച്ചിരി വലുതാണ്, വായിച്ചിരുന്ന ഒരു രക്ഷയില്ല, കടഞ്ഞ പോലെ കിടക്കുകയാണ് സംഭവം. അപ്പോൾ 1, ജനത്തെ ക്ഷണിക്കുക. 2, അവരെ പഠിപ്പിക്കുക. ഈ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ഈ സെയിം ഉത്തരവാദിത്വം തന്നെയാണുള്ളത് ആസ് എ മെമ്പർ ഓഫ് ദ ചർച്ച്, ആസ് എ പാർട്ട് ഓഫ് ദ ചർച്ച്. 3, ക്രിസ്തു ഇതിൻ്റെ മൂലക്കല്ലായി മാറുകയാണ്. കാരണം നമ്മളിപ്പോൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഇനിയും പിന്നെ അത് വായിക്കേണ്ട കാര്യമില്ല. 2:20 നമ്മൾ വായിച്ചത് ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. അപ്പൊ ക്രിസ്തു ഇതിൻ്റെ മൂലക്കല്ലായി മാറുകയാണ്. നമ്പർ 4, ക്രിസ്തു നമുക്ക് വേണ്ടി ആത്മാവിനെ നൽകുകയാണ്. മനസ്സിലായോ? 4 ഞാൻ ഓരോ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അങ്ങ് വിടുന്നത്. വിശദീകരിക്കാൻ നിന്നാൽ ആ സമയം ഇച്ചിരി കൂടി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ വാക്കിൽ നിർത്തിയത്. അപ്പോൾ ഒറ്റ വാക്കിൽ നിങ്ങൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക. 1, ജനത്തെ കർത്താവിലേക്ക് ആകർഷിക്കുന്നു, വിളിക്കുന്നു. നമുക്കറിയാം, ശിഷ്യന്മാരടക്കം കർത്താവ് വിളിക്കുന്നു. നമ്പർ 2, കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. എങ്ങനെ ചർച്ച് ബിൽഡ് ചെയ്യേണ്ടത്. അതാണ് വിളിച്ചു കൊണ്ടുവന്ന പത്രോസിന്റെ അടുത്ത് കർത്താവ് ചോദിച്ചു, ഞാൻ ആരെന്ന് തോന്നുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തുവാണ്. ഞാൻ സഭ പണിയാൻ പോവുകയാണ്. അവനെ പഠിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൻ ഓടിക്കളഞ്ഞു. നമ്മൾ മനസ്സിലുണ്ടോ? വെളിപ്പെടുത്തൽ രണ്ടാം പേജിലേ വരുന്നുള്ളൂ. 1-ാം പേജിൽ കർത്താവ് കൊണ്ടുവന്ന് ഇച്ചിരി അപ്പമൊക്കെ കൊടുത്ത്, ഇച്ചിരി മുട്ടക്കറിയൊക്കെ കൊടുത്ത്, അല്ലേ, കൂടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സെഷനിലാണ് നമ്മൾ ആൾക്കാരെ വിളിക്കുന്ന സമയത്താണ് പനി, നെഞ്ചുവേദന, തലവേദന ഇതൊക്കെ മാറ്റുന്ന പരിപാടി. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ സാധനം ഇല്ല. ഇത് സിറ്റ് ഔട്ടിൽ മാത്രമുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ കച്ചവടം. അതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് പനിയും തലവേദനയും മാറ്റുന്ന ഇടപാടില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ സ്ഥലത്തിലെ ഇടപാട് വേറെയാണ്. അതിൻ്റെ അകത്തെ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. സ്വയത്യാഗത്തിൻ്റെ ഉത്തുംഗ പദവിയിലെത്തുന്നതാണ് 3rd സ്റ്റേജ് എന്ന് പറയുന്നത്.
നമ്മൾ പിന്നെ മുറ്റത്ത് കിടന്ന് തന്നെ ഇങ്ങനെ കറങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ കിടന്ന് കറക്കത്തോട് കറക്കമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് എപ്പോഴും പനി, എപ്പോഴും തലവേദന, എപ്പോഴും അടുത്ത് ചിലരെ കണ്ടിട്ടില്ലേ എപ്പോഴും ആശുപത്രി കാണും അല്ലേ? വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറുടെ തിണ്ണയിൽ എപ്പോഴും ചെന്നിരിക്കുന്നതാണ് അല്ലേ? അത് തന്നെ ശ്വാസം മുട്ടലെന്നും പറഞ്ഞ് ഇതൊക്കെ എത്ര കാലം ഇങ്ങനെ? സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ 4 കാര്യം, ലാസ്റ്റ് തേർഡ് വൺ, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായി മാറുന്നു. ആ പ്രോസസ്സാണ് ക്രിസ്തു ക്രൂശിൽ കയറുന്നതും ക്രിസ്തു മരിക്കുന്നതും അടക്കപ്പെടുന്നതും ഉയർക്കുന്നതും അടക്കമുള്ള വിഷയങ്ങൾ ക്രിസ്തു മൂലക്കല്ലായി മാറുന്ന വിഷയത്തിൽ വരുന്നതാണ്. നമുക്കിത് ഓരോ ടോപ്പിക്കായിട്ട് വിശദീകരിച്ചാലേ പറ്റത്തുള്ളൂ. അതിലേക്ക് പോകാൻ സമയമില്ല. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്ന് ഞാൻ ധരിച്ചോളാം നിവൃത്തികളുണ്ട്. നമ്പർ 4, ഏറ്റവും ലാസ്റ്റ്, കർത്താവ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തരുന്നു. റൈറ്റ്? പരിശുദ്ധാത്മാവിനെ തരുന്നു. പിന്നീടാണ് വളർച്ച ഉണ്ടാകുന്നത്. ഈ 4 സ്റ്റേജാണ് സഭ വളർച്ച എന്ന സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇനി നമ്മൾ കർത്താവ് സഭയുടെ വളർച്ചയുടെ മർമ്മത്തെ വെളിപ്പെടുത്തുന്ന രംഗത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഓക്കെ, കടന്ന് ഒരു ചെറിയൊരു ഗ്ലാൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, കർത്താവ് സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് അടുത്ത് കർത്താവ് പോകുന്നത് പണിയാൻ വേണ്ടിയാണ്. പണിയാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം. യോഹന്നാൻ അത് എഴുതുന്നത് വേറൊരു മൂഡിലാണ്. യോഹന്നാൻ എഴുതുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് മരിച്ച ലാസറിനെ എഴുന്നേൽപ്പിക്കുന്നത്. അവിടെ തൊട്ടാണ് വാസ്തവത്തിൽ ഒരു ടേണിംഗ് നടക്കുന്നത്. യേശുക്രിസ്തു അവിടെ കാത്തിരിക്കുക ലാസർ മരിക്കാൻ വേണ്ടി. മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു ചെല്ലുന്നത്. കാര്യം അവിടെ തൊട്ട് പ്രോഗ്രാം ആരംഭിക്കാൻ പോവാണ്. ജനത്തെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ സഭയുടെ വെളിപ്പാട് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവിന്റെ പ്രോഗ്രാം. അത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ ദൈവപുത്രൻ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് ലാസറിന്റെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്. അത് നമ്മൾ കാണുന്ന 11-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മരിച്ച ലാസറിന്റെ വീട്ടിൽ ആൾക്കാരെല്ലാവരും കൂടെ വന്നിരിക്കുന്ന ഒരു രംഗമാണ്. സ്വതന്ത്രം. യോഹന്നാൻ 12 തുടക്കം ഒന്ന് വായിക്കാവോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക്. വാക്ക് തന്നെ പ്രത്യേകമാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച. അടുത്ത് യേശു മരിക്കാൻ പോവുക. എന്തിനാണ്? ഉയർക്കാൻ. യേശു എന്തിനാ മരിച്ചിട്ട് ഉയർക്കുന്നത്? നമ്മളെ എല്ലാരെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ. യേശു ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും ഫസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സെറ്റപ്പാണ്. ആദ്യം അപ്പത്തെ ആൾക്കാർക്ക് വലുതാക്കി കൊടുക്കുന്നു, ഒരുപാടാക്കി കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജനത്തിന് ഇഷ്ടമാവും. അടുത്ത കർത്താവ് പറഞ്ഞു കൊടുക്കും, ഞാൻ ജീവന്റെ അപ്പമാണ്. അതുപോലെ ഇവിടെ ഒറിജിനൽ ആയിട്ട് ലാസറിനെ മരിക്കാൻ വിടുന്നു, ലാസറിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. യോഹന്നാൻ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ ബഥാനിയയിലേക്ക്, ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ അവിടെ എത്തി. ഇനി ഇത് കണക്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് സഭയെ പണിയാൻ പോവുകയാണ്. ഇനി ആ പണിയുടെ രംഗത്തിന്റെ ഫസ്റ്റ് ഫേസ് എങ്കിലും പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5 മിനിറ്റേ ഉള്ളൂ എൻ്റെ മുമ്പിൽ അല്ലേ? നിങ്ങളാരും നോക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളാം. സ്വത്ര 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 5 മിനിറ്റ് അങ്ങനെയാണ് പോകുന്നത്. സ്വത്ര ഇന്നലെ എൻ്റെ അടുത്ത് 9 മണിക്ക് മുമ്പ് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചവിട്ടി പിടിച്ച് നിർത്തിയത് 9 മണിക്ക് മുമ്പ്. അപ്പം പിന്നെ കുഴപ്പമില്ല, പിന്നെയും പാടി പ്രാർത്ഥിച്ച് നമ്മൾ 9 വരെ പോയി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്വതന്ത്രം. നമുക്ക് പെട്ടെന്ന് നിൽക്കാം. ഒരു ചെറിയൊരു തുടക്കം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് മുമ്പിലോട്ട് പോവാം. ലെറ്റ്സ് കം ബാക്ക്. സി വായിച്ചോ, വായിക്കേ. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കാരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റു ദരിദ്രന്മാർക്ക് കൊടുക്കാച്ചത് എന്ത് എന്ന് പറഞ്ഞു. വളരെ രസകരമായ സംഭവം തിരികെയാണ്. പ്രോഗ്രാം മാറുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സഭയുടെ നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അപ്പം ലാസറിനെ ഉയർപ്പിച്ചു. അവിടെ ചെറിയൊരു ഫുഡ് നടക്കുകയാണ്. നമ്മളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് ഉള്ളതുപോലെ ചെറിയൊരു ഫുഡ്. അപ്പൊ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മറിയ വന്നിട്ട് സ്വച്ഛ ജഡമാംസി തൈലം, കൂടിയ തൈലമാണ്, കൊണ്ടുവന്ന് യേശുവിന്റെ കാലൊഴിച്ച് കഴുകിയിട്ട് തലമുടി കൊണ്ട് തോർത്തി. അപ്പോഴത്തേക്ക് യൂദ നോക്കി നിന്നപ്പോ ഇവിടെ വെറും ചെലവ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാലിൽ കൊണ്ട് ഇത്രയും തൈലം ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാരാ പുള്ളി? യേശുവിന് വരെ വില പറഞ്ഞിട്ട് നിൽക്കുന്നവനാണ് അവൻ. പിന്നാണ് കാലിലെ തൈലത്തിന് വില പറയാത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സി എത്ര ഗൗരവമാണ് നിങ്ങൾ നോക്കി.
അപ്പൊ പുള്ളി പറയാം 300 വെള്ളിക്കാശിനുണ്ട്. കണ്ട ഉടനെ വില പറയാൻ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സർക്കാല ഉടായ്പ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്ക് ഈ വെളിപ്പാടില്ലെന്നേ ഉള്ളൂ. ഏത് സാധനം കണ്ടാൽ ഇത്ര രൂപയ്ക്കുണ്ടെന്ന് പറയാൻ അറിയാം. അത് 50 രൂപ കുറച്ച് വാങ്ങിക്കാനും അറിയാം. വെളിപ്പാടില്ലെന്നേ ഉള്ളൂ. കണ്ട ഒരു അനക്കമില്ല ഇരിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കും. സ്തോത്രം. ഇവിടെ കണ്ടോ ഈ ജഡമാംസ തൈലം ഒഴിക്കുന്നത് കണ്ടപ്പോൾ യവൻ പറയുക ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾ കേട്ടോ. അവള് 7 വാക്യം യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചെന്നിരിക്കട്ടെ. കേട്ടോ, എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ശവസംസ്കാരം നടക്കാൻ പോവുകയാണ്. കേട്ടോ, കുറച്ച് എത്ര ഭംഗിയായിട്ടത് പറയുന്നു നോക്കിയേ. പക്ഷെ ബാക്കി ആർക്കും അത് മനസ്സിലായില്ല. അപ്പൊ ആ ശുശ്രൂഷയ്ക്ക് പുള്ളിക്കാർക്ക് ചിലപ്പോൾ വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് പുള്ളിക്കാർ നേരത്തെ ചെയ്തതേ ഉള്ളൂ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. വാസ്തവത്തിൽ അവനും മനസ്സിലാവും. കാരണം അവൻ കച്ചവടം ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ്, പൈസ വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ. മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഗ്രഹിക്കണം. അടുത്ത് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ചെല്ലുമ്പോൾ 11 വാക്യം വായിക്ക്. മൊത്തം വായിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട്. വായിക്ക് 11 വായിക്ക്. അനേകം യഹൂദന്മാർ വന്ന് യേശുവിൽ വിശ്വസിക്കയാൽ ലാസറേയും കൊല്ലേണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് കണ്ടിട്ട് നാട്ടുകാരെല്ലാവരും കൂടി യേശുവിന്റെ പുറകെ കൂടിയത് കണ്ടപ്പോൾ മഹാപുരോഹിതൻ പറഞ്ഞു, നമുക്ക് യേശുവിനെ മാത്രം കൊന്നാൽ പോലെ ലാസറിനെയും കൊല്ലണം. എന്തൊരു രസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കർത്താവ് പറയാ, ഞാൻ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയല്ല. ഫ്രണ്ടിൽ മഹാപുരോഹിതൻ ഇറങ്ങി നിൽക്കുകയാണ്. ഇവ എവിടെ ജയിക്കാനാണ്? ചിലപ്പോൾ ലാസറിനെ തല്ലിക്കൊന്നിരിക്കും. പക്ഷേ അടുത്ത് ഇവർ കൊല്ലാൻ പോകുന്ന യേശുവിനെ ഇവർക്ക് അവിടെ വച്ചിരിക്കാൻ പറ്റുമോ? യേശു ഉയർക്കാൻ വേണ്ടിയിട്ടല്ല യേശു വന്നത്. യേശു അതാ പറഞ്ഞത്, ഞാൻ പണിയാൻ പോവാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയല്ല. ഇവിടെ പൊങ്ങി വന്ന പാതാള ഗോപുരം കണ്ടോ? പള്ളിയിലച്ഛൻ ഫ്രണ്ടില്. മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ നമ്മളൊക്കെ ചില സമയത്ത് പാതാള ഗോപുരമായി പോകുന്നില്ലേ? ഇല്ലേ? ആകുന്നുണ്ട്. നമ്മളിൽ പലരും പല സമയവും പാതാള ഗോപുരമായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ജയിച്ചാണ് കർത്താവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറയുക എൻ്റെ ജോലിയായി പോയി. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? നമ്മൾ കർത്താവിൻ്റെ മക്കളല്ലെങ്കിൽ നമ്മൾ പാതാള ഗോപുരം തന്നെയാണ്. നമ്മൾ പിശാചിന്റെ വക തന്നെയാണ്. നമ്മൾ ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നവർ തന്നെയാണ്. സ്തോത്രം. അത് പറയുമ്പോൾ നമുക്ക് പിടിക്കുകയല്ല. നമുക്ക് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ. അത് വേറെ ആരോ എന്നാണ് വിചാരം. നമ്മളായ എന്താ കുഴപ്പം? നമ്മളിവിടെ കാറ്റ് പാറ്റും പോലെ കിടന്ന് പായല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കുന്ന് അല്ലേ? ഏത് ഉപദേശിനടുത്ത് ചെന്നാൽ രക്ഷ പ്രാപിക്കാം. അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു, തെക്കോട്ടോടുന്നു, വടക്കോട്ടോടുന്നു. എന്താ കാര്യം? ഇങ്ങനെ ഓടേണ്ടി വരുന്നത്? എന്താ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്തത്? അത് ദുഷ്ടനായതുകൊണ്ട് തന്നെയാണ്. നമ്മളെ നീതിമാൻ അത് നമ്മളാണ്. ഇങ്ങനെ നിന്ന് വായിച്ചു കളയും. അതിനാണ് നമ്മൾ അങ്ങനെ ഒന്ന് വായിക്കുന്നത്. അത് പിശാച് നമുക്ക് തന്ന ഒരു പണിയാണ്. സ്തോത്രം. ഉറങ്ങുന്നവരെല്ലാവരും ഉണർന്നിരുന്നോളൂ പെട്ടെന്ന്. നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്നില്ല. ഫുഡ് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുക. ഇവിടെ പറഞ്ഞോ, യേശുവിനെ കൊല്ലുക മാത്രമല്ല ലാസറിനെയും കൂടി തട്ടാൻ പ്ലാൻ ചെയ്തു. 19 വാക്യം വായിക്കേ, പെട്ടെന്ന് വായിക്കേ. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, പണിയൊന്നും നടക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. മൊത്തം അവന്റെ പുറകെ പോയല്ലോ എന്ന് പറഞ്ഞു. കേട്ടോ, പരീശന്മാർ പഠിച്ച പണി 18 നോക്കി. എന്തിനാണ്? യേശുവിന്റെ പുറകെ ആള് പോവാതിരിക്കാൻ. പരീശന്മാർ നോക്കി, മഹാപുരോഹിതൻ നോക്കി. പക്ഷേ ഒരു മാർജിനിലെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയത് മുഹമ്മദിനെ ഉള്ളൂ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മുഹമ്മദിന് ഇത് ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം മുഹമ്മദ് ജനത്തിന് കൊടുത്ത സ്വർഗം അക്ഷരാർത്ഥത്തിൽ മദ്യവും ലൈംഗികതയുമാണ്. അത് ജനത്തിന് ഇഷ്ടമായി. അതാണ് ഈ പൈശാചിക ഉപദേശം ജനം നെഞ്ചോട് ചേർത്തതിന് കാരണം. പിശാചിനറിയാം എന്ത് ജനത്തിന് കൊടുത്താൽ ജനത്തെ കൂടെ നിർത്താമെന്ന്. അതുകൊണ്ട് ആ വഷളനായ മുഹമ്മദിനെ പിശാച് ഉപയോഗിച്ച് വളരെ കൃത്യമായി പൈശാചിക വിഷം ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് അവൻ വിതറി. അത് ചെറുക്കാനുള്ള ദൈവകൃപ അന്നത്തെ ദൈവസഭയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവജനം അത് ചെയ്തില്ല. ദൈവജനം ഉറങ്ങിപ്പോയി. നമ്മൾ ഇനിയെങ്കിലും ഉണരണം. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഇനിയെങ്കിലും ഉണരണം.
ഇവിടുത്തെ ദൈവസഭകൾ ഇനിയെങ്കിലും ഒരുമിക്കണം. നമ്മൾ യേശുവിനെ പ്രസംഗിക്കുന്നതിൽ ഇനി അമാന്തിക്കരുത്, പിറകിലേക്ക് പോകരുത്. നമ്മൾ ഇനി ഒരു പടി കൂടിയെങ്കിലും മുമ്പിലേക്ക് കുതിക്കണം. ഇപ്പോൾ ഉള്ള ആരോഗ്യം വെച്ച് ആകുന്നിടത്തോളം നിങ്ങൾ കുതിക്കുവാൻ ശ്രമിക്കുക. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗാലപ്പ്, നിങ്ങൾക്ക് കുതിക്കാനാവുന്നില്ലെങ്കിൽ ഒന്ന് എഴഞ്ഞെങ്കിലും നീങ്ങും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കും? ഒരു ദിവസം മാറിയിരുന്ന് ഉപവസിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കരയാൻ കഴിയുമോ? ഡു ദാറ്റ്. ദൈവദാസന്മാർ അമ്പേറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അവർ ദൈവകൃപയിൽ നിൽക്കാൻ അവർക്ക് വേണ്ടി കരയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഡു ദാറ്റ്. നിങ്ങൾക്ക് ഇറങ്ങി ഒരാൾക്കെങ്കിലും ട്രാക്ട് കൊടുക്കാൻ കഴിയുമോ? ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇഫ് സോ, ഡു ദാറ്റ്. ഒരാളോടെങ്കിൽ ഒരാളോട്, ദാറ്റ്സ് ഇനഫ്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലെങ്കിൽ കാറ്റുപാറ്റുന്ന പതിരിന്റെ കൂട്ടത്തിൽ നമ്മളും എണ്ണപ്പെടുമെന്നതിന് സംശയം വേണ്ട. വില കൊടുക്കാതെ അക്കരെ നാട്ടിലെത്താൻ കഴിയുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അങ്ങനൊരു സംവിധാനം തിരുവെഴുത്തിൽ എങ്ങും പറയുന്നില്ലെന്ന് അടിവരയിട്ട് ഓർപ്പിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ ചാപ്റ്റർ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനെ കർത്താവ് പ്രസന്റ് ചെയ്യാണ്. ഏറ്റവും ഒടുവിലത്തെ 2:48 മുതൽ വായിക്കും. 48 മുതൽ പെട്ടെന്ന് വായിക്കും. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. യേശുവിന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. അപ്പൊ പിതാവ് പറഞ്ഞതുപോലെ പുത്രൻ പറയുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ബേസ് ആണ്. 11ഉം 12ഉം അധ്യായങ്ങൾ, ലാസറിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അതിനോട് ചേർന്ന് അവിടെ ഉണ്ടായ വിഷയങ്ങൾ, ആ വിഷയത്തെ ഫോക്കസ് ചെയ്ത് കർത്താവ് പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. മനസ്സിലായോ? ഇത് തന്നെയാണ് പത്രോസുമായിട്ടും കർത്താവ് സംസാരിക്കുന്നത്. പത്രോസ് എന്താ പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഓക്കെ, ഞാൻ പണിയാൻ പോവാണ്, ഇതാണ് പണി. ഇനി കർത്താവ് പണിയിലേക്ക് കടക്കാൻ പോവാണ്. പണിയിലേക്ക് കടക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനോട് നിവർത്തിയുള്ളൂ. ഓക്കെ, 13ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ചോളൂ. പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം നേരത്തെ പറഞ്ഞ എന്താണ്? 6 ദിവസത്തിന് മുമ്പാണ് ബഥാനിയയിലേക്ക് വന്നത്. ഇപ്പൊ പെസഹ പെരുന്നാളിന് മുമ്പേ വായിക്കേ, താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കണ്ടോ? അപ്പൊ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടത്, യേശു ഇവിടെ പെസഹയ്ക്ക് മുമ്പ്, പെസഹത്തിന് 6 days മുമ്പാണ് ബഥാനിയിൽ എത്തുന്നത്. ഇപ്പൊ പറയാണ്, പെസഹ പെരുന്നാളിന് മുമ്പ് താൻ മരിക്കേണ്ടി വരുമെന്ന വാർത്ത കർത്താവിന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പ്രോഗ്രാം ഞെരുങ്ങി കഴിഞ്ഞു. ഇനി കർത്താവ് ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവാണ്. ഐ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കർത്താവ് ശുശ്രൂഷ തുടങ്ങുകയാണ്. 13ാം അധ്യായമാണ് അതിന്റെ സ്റ്റാർട്ടിങ്, ആ പ്രോഗ്രാം തുടങ്ങുന്നത്. അവിടെ കർത്താവ് ആദ്യം പറഞ്ഞത് ഇതാണ്, താൻ ഇതുവരെ സ്നേഹിച്ചതുപോലെ, തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ താൻ പിന്നെയും സ്നേഹിച്ചു. ഇപ്പൊ ഫസ്റ്റ് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഈ സ്നേഹമാണ്. ഇത് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പരിപാടി നടക്കില്ല. ആദ്യം നമുക്കുണ്ടാവേണ്ട സ്നേഹം നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണം, അല്ലേ? അതാ വചനം പറയുന്നത്, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മളുടെ പോലെ സ്നേഹമല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നരകത്തിൽ പോകുന്നതിന് നമുക്ക് ടെൻഷൻ ഇല്ല, പിന്നെയാണ് വല്ലവനും പോകുന്നതിന് ടെൻഷൻ, അല്ലേ? നമുക്ക് അത് ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലേ മറ്റവൻ്റെ കാര്യത്തിൽ ടെൻഷൻ വരുള്ളൂ. അതാ പറഞ്ഞത്, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ. ആദ്യം നമ്മളെ സ്നേഹിക്കുക. നമ്മൾ ഈ ഇരിപ്പിരുന്നാൽ നരകത്തിൽ പോകുമെന്ന് അറിയുകയും നരകത്തിൽ പോയാൽ സംഭവിക്കാൻ പോകുന്ന ഗതികേട് എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് നമ്മളെ സ്നേഹിക്കുക. അത് സ്നേഹിച്ചാലേ നമ്മുടെ കാര്യം ഓർത്തെങ്കിലും കരയാനൊക്കെ ഉള്ളൂ. ഇത് നമ്മളെ കാര്യം ഓർത്തു പോലും കരച്ചിലില്ല, പിന്നെയാണ് വല്ലവൻ്റെയും കാര്യം, അല്ല? അതാ വചനം പറഞ്ഞത്, ദാഹിക്കുന്നവന്, നമുക്ക് ഒറിജിനൽ ദാഹം ഉണ്ടായി നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുക. എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചിരിക്കും, അതിന് അംശമൊന്നും വേണ്ട, അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റിയെ നമ്മൾ നല്ല വെള്ളം കുടിക്കത്തുള്ളൂ. നിവർത്തി കെട്ടാൽ നമ്മൾ ഏത് ലോ ക്വാളിറ്റിയും കുടിക്കും. അത് നിവർത്തി കെട്ടാലാണ്, അല്ലേ? എന്തെങ്കിലും കുടിച്ചാലേ പറ്റുള്ളൂ, റൈറ്റ്? പക്ഷെ ദാഹം വന്നാലേ കുടിക്കത്തുള്ളൂ. ദാഹം ഇല്ലാത്തവൻ്റെ അടുത്ത് നമ്മൾ എന്തുകൊണ്ട് കുടിപ്പിക്കാൻ നോക്കിയാലും നടക്കുകയല്ല. ദാഹമുള്ളവൻ കുടിക്കും. അതുപോലെ വിശപ്പില്ലാത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലും, അവർ ടോണിക്ക് തരും, പിന്നെ വിശക്കുന്ന സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടും, നമുക്ക് വിശക്കും, അല്ലേ? വിശന്നാലല്ലേ കഴിക്കാനൊക്കെ ഉള്ളൂ. ഇല്ലാതെ അങ്ങനെ കഴിക്കാൻ. ഇല്ലാതെ നമ്മൾ വായിൽ വെച്ചാൽ ഇതൊരുമാതിരി ചവറ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വിശപ്പ് വരുമ്പോഴാണ് ഇതുണ്ടാവുക.
അപ്പൊ അതുപോലെ ആദ്യം നമുക്ക് ആത്മീക വിശപ്പുണ്ടാവണം. കർത്താവെ, ഞാൻ ഗുണം പിടിക്കണമല്ലോ, എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണ്ടേ. ഇത് ഒരു ഗുണം പിടിക്കണമെന്നുള്ള ആവേശവും ഇല്ല. ഇതാകെയുള്ള ആവേശം, നാളെ ജോലിയുണ്ടോ, നാളെ എവിടെയെങ്കിലും ജോലി കിട്ടണം, 1000 രൂപ കിട്ടണം. അതിനെക്കുറിച്ചുള്ള ആവേശം പോലും നാളെ ചത്തുപോയാൽ അക്കരെ പോകണമെന്നുള്ള കാര്യത്തിലില്ല. മറ്റേ കാര്യം വേണം വേണ്ടതല്ല ഞാൻ പറഞ്ഞത്. ജോലിക്ക് പോവുകയും വേണം, 1000 രൂപ കിട്ടുകയും വേണം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അതിന് തോന്നുന്ന അത്രയും ദാഹം ഈ കാര്യത്തിലില്ല. യു അണ്ടർസ്റ്റാൻഡ് മീ? എന്ത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ചിലരുടെയൊക്കെ ഇരിപ്പോരുടെ സഹതാപം തോന്നുകയാണ്. സ്തോത്രം. ലെറ്റ്സ് കം ഡൗൺ. വായിക്കേ. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവും സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ സകലവും തന്റെ കയ്യിൽ, യേശുവിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പൊ യേശു കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. കൃത്യ അറിവോട് കൂടിയാണ് കാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, യേശു സകലതും കർത്താവിന്റെ കയ്യിൽ, കർത്താവ് പിതാവ് പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? മുഴു ലോകത്തിന്റെ കൺട്രോളും പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്പർ 2, യേശു സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. നമ്പർ 3, യേശു തിരിച്ചു പോകാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു റോളുണ്ട്. ഈ ജനത്തിന് വേണ്ടി മരിക്കണം, അടക്കപ്പെടണം, ഉയർക്കണം. ഈ 3 പ്രോഗ്രാം അവിടെ കിടക്കുകയാണ്. ആ പ്രോഗ്രാമിലേക്കാണ് കർത്താവ് പോകാൻ പോകുന്നത്. അതാണ് നേരത്തെ പത്രോസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയല്ല. പാതാള ഗോപുരം നമ്മൾ നേരത്തെ ഒരുത്തനെ കണ്ടു, മഹാപുരോഹിതൻ. അടുത്തൊരു ടീമിനെ കണ്ടു, പരീശൻ. പിന്നെ വലിയ ടീമുകൾ മൊത്തം ഉണ്ട്. ഇവിടെ അടുത്ത ടീമിനെ നമ്മൾ കാണുന്നു, ഇസ്കര്യോത്ത യൂദ. അതൊരു കൊച്ചു കാര്യമല്ല കേട്ടോ. പുറത്ത് നമുക്ക് പ്രശ്നമുണ്ട്. മോഡിയുടെ അവിടുത്തെ പ്രശ്നം, പിണറായിയുടെ അവിടുത്തെ പ്രശ്നം, സ്റ്റാലിൻ്റെ അവിടുത്തെ പ്രശ്നം, ഇതൊന്നും പ്രശ്നമല്ല. ഇതിൻ്റെ അകത്തൊന്നും ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞാലേ അതൊരു കൊച്ചു കാര്യമല്ല. ഈ അറിയാതെ എഴുന്നേക്കുന്ന പ്രശ്നമല്ല, പക്ക അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഇസ്കര്യോത്ത യൂദ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് അത്താഴത്തിന് മുമ്പ് കർത്താവ് അറിയുകയാണ്. അടുത്ത അത്താഴത്തിൽ ഇരിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യേശു അത്താഴത്തിൽ ഇരിക്കാൻ പോവുക. നമ്മളിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത്താഴത്തിൽ ഇരിക്കാൻ പോവുകയാണ്. അതുപോലത്തെ ഒരു അത്താഴം. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു അത്താഴത്തിൽ ഇരിക്കുകയാണ്. റൈറ്റ്? പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഏത് പ്രോഗ്രാം? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. പ്രോഗ്രാം സ്റ്റാർട്ട് ആവുകയാണ്. എന്താ തുടക്കത്തിൽ നമ്മൾ വേണ്ടത്? സ്നേഹം കർത്താവ് വർദ്ധിപ്പിക്കുന്നു. ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ യൂദയോടടക്കം സ്നേഹം വർദ്ധിക്കുന്നു. വർദ്ധിക്കുന്നില്ലെങ്കിൽ ആ രംഗം വേറെ രീതിയിൽ പോവും. ഞാനാണ് യേശുവിൻ്റെ ഭാഗത്തെങ്കിൽ ഉറപ്പായിട്ട് ആ രംഗം വേറെ രീതിയിൽ പോവും. കാരണം പത്രോസിൻ്റെ അടുത്ത് പറയും, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നീ ഹാൻഡിൽ ചെയ്യണം. പത്രോസ് ഉറപ്പായിട്ട് പറയും, ഇപ്പം ശരിയാക്കി തരാം. ചെവിക്ക് ചെവി അറിയൂല. യൂദയുടെ കയ്യിലിരിക്കുന്ന അതേ കിഴിക്കകത്ത് യൂദയെ കിട്ടും. ഇല്ലേ? നിസാര പുള്ളിയല്ല മറ്റവൻ പത്രോസ്. കർത്താവ് വിട്ടുകൊടുക്കാത്തോണ്ടാണ് പത്രോസ് അങ്ങനെ ഒതുക്കി നടന്നത്. സ്വത്രം അങ്ങനത്തെ പുള്ളിയാണ് പുള്ളി. പത്രോസ് ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, ആരാണ് പാർട്ടി? കർത്താവ് വിണ്ടിയില്ല അല്ലേ? കർത്താവ് വിണ്ടിയില്ല അല്ലേ? സ്വത്രം. ഇനി താഴോട്ട് വായിക്കേ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശുശ്രൂഷയുടെ ആരംഭമായി നമ്മുടെ നസ്രയനായ യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അത്താഴം എന്ന് പറയുന്ന സാധനത്തിൽ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സംഭവമാണ്. പക്ഷെ കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് കാരണം, കർത്താവ് പണ്ടൊരിക്കൽ ശമര്യ സ്ത്രീയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഫുഡ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇത് തണുത്തോ, ഇങ്ങോട്ട് വാ. അപ്പൊ കർത്താവ് പറയാണ്, എൻ്റെ ആഹാരമേ നീയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന പൊറോട്ട ഇറച്ചിയും കഴിക്കുകയല്ല. എൻ്റെ ആഹാരം എന്ന് പറയുന്നത് ഈ ജനത്തെ ഗുണം പിടിപ്പിക്കുക എന്നുള്ളതാണ്. പകലിൽ എപ്പോഴെങ്കിലും വെള്ളം കോരാൻ വന്നാൽ ഇവളെ ആൾക്കാർ അടുപ്പിക്കില്ലെന്നുള്ളത് കൊണ്ട് ആരും വരാത്ത നേരം നോക്കി വെള്ളം കോരാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പം ഫുഡ് കഴിക്കാൻ വന്ന് നിന്നാൽ ഇവളെ രക്ഷപ്പെടുത്താൻ പറ്റുകയല്ല. അതുകൊണ്ട് ഇവളടുത്ത് സുവിശേഷം പറയേണ്ട സമയമാണ്. അതുകൊണ്ട് ഇച്ചിരി വർത്തമാനം പറയുക, ഫുഡ് അവിടെ ഇരിക്കട്ടെ, തണുത്തു പോയാലും കുഴപ്പമില്ല. എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ പണി തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഹാരമോ? നമുക്ക് അങ്ങനെ ഒരു ആഹാരമേ ഇല്ല. നമ്മുടെ ആഹാരം ഒറിജിനലായിട്ടുള്ള ആഹാരം തിന്നുക എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. കണ്ടോ? കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഒറിജിനൽ അത്താഴത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽക്കുക. എന്തിനാണ്? എൻ്റെ ആഹാരം ഇതല്ല, എനിക്ക് വേറെ പണി ചെയ്യാനുണ്ട്. നമ്മൾ കൊന്നളഞ്ഞ കഴിക്കുകയല്ല, ഇരുന്നു. പീലാത്തോസ് പറഞ്ഞ പോലെ ഇരുന്നത് ഇനി നമ്മൾ കഴിക്കുകയല്ല, തിന്നിട്ടേ കഴിക്കുകയുള്ളൂ അല്ലേ? അതെ, നിങ്ങൾ ഈ ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ ഒരെണ്ണം
പന്തിയിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടില്ല. സത്യം, ഇന്നലെ ഞാൻ മൊത്തത്തിൽ നോക്കി നിങ്ങളുടെ ഇരിപ്പ്. എന്തൊരു ഇൻട്രസ്റ്റ് ആണ്. ചമ്മന്തി ഇങ്ങോട്ട് വരട്ടെ, സാമ്പാർ കൊണ്ടുവാ, ഇഡ്ഡലി രണ്ടുകൂടെ വരട്ടെ. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, കർത്താവേ, ഞാൻ വിചാരിച്ചു ഇവരൊക്കെ രോഗികളായോണ്ടായിരിക്കും ഉറങ്ങുന്നത്. നല്ലല്ല, സ്വതം ഇവർക്ക് വചനത്തിന്റെ കുറവല്ല, ഇഡ്ഡലിയുടെ കുറവാണ്. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ തന്നെ സെൽഫി എടുത്ത് നോക്കിക്കോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വതന്ത്രം നമുക്ക് തിരിച്ചു തരാം. കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. ശ്രദ്ധിക്കണേ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു ഞാനിത് വായിച്ചപ്പോ. ഒരു വലിയ ടാസ്ക് ചെയ്യാൻ യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചാകാൻ വേണ്ടി, ചുമ്മാ കൊച്ചു ടാസ്ക് അല്ല. ഇതിനു വേണ്ടി മൂപ്പര് ആദ്യം എഴുന്നേറ്റ് എവിടെ നിന്നറിയാവോ? ദൈവത്തിന്റെ അടുത്തിരുന്ന് സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ വെളിപ്പാട് കണ്ടെഴുതിയത് പൗലോസാണ്. താങ്ക് യു മാസ്റ്റർ. നമ്മുടെ മുമ്പിൽ ഈ മേശയിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റത് കണ്ടിട്ട് പോലും നമുക്കതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. പൗലോസ് ആ വെളിപ്പാട് കണ്ടിട്ട് എഴുതുകയാണ്, ദൈവരൂപത്തിലിരിക്കെ സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. സെയിം ഇഫക്റ്റ് ദേ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. സ്വതന്ത്രം, ഇനി വായിക്കേ. വസ്ത്രം ഊരി വെച്ച് തന്റെ വസ്ത്രം അഴിച്ചു വെക്കുകയാണ്. സ്വർഗത്തിൽ കർത്താവ് ഇതാ ചെയ്തേ, തന്റെ ദൈവത്വം ഒഴിച്ചു. Kenosis emptied himself. തന്നെത്താൻ ഒഴിച്ചു. ഇവിടെ കർത്താവ് വേഷം മാറ്റുക. ഞാൻ എന്താ ഇറങ്ങി എൻ്റെ അധികാരത്തിന്റെ വസ്ത്രം, എൻ്റെ ജുബ അങ്ങോട്ട് മാറ്റുകയാണ് എന്നിരിക്കട്ടെ. അതുപോലെ കർത്താവിന്റെ അങ്കി, മാന്റിൽ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ശുശ്രൂഷ ചെയ്യാൻ പോവുക. ആഹാരത്തിനിരുന്നിട്ട് എഴുന്നേറ്റ് താൻ തന്റെ വസ്ത്രം അഴിച്ചു മാറ്റി. നേരത്തെ സ്വർഗത്തിൽ കണ്ടതിന്റെ സെയിം ഡിറ്റോ നമ്മൾ ഇവിടെ കാണുകയാണ്. കണ്ടോ? സെയിം എഫക്ട്, സെയിം സാധനം നമ്മളിവിടെ കാണുന്നത്. സ്വർഗത്തിൽ കണ്ടതിന്റെ സെയിം. സ്വർഗത്തിൽ കണ്ടത് പൗലോസ് എടുത്ത് എഴുതുകയാണ് വെളിപ്പാടില്. ആ വെളിപ്പാടാണ് നമ്മൾ കാണേണ്ട വെളിപ്പാട്. അടുത്ത കർത്താവ് കാണിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് നോക്കൂ, വായിക്കേ. ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. ഇനി നിങ്ങൾ ഇവിടം തൊട്ട് 17-ാം അധ്യായം വരെ കാണുന്നത് അരയിൽ തുവർത്തു ചുറ്റിയ ഒരേശുവിനെയാണ്. അത് മൊത്തം പ്രസംഗിക്കാനാണ് ഞാൻ ഇന്ന് കരുതി കൂട്ടി വന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് സമയം പോയി. സ്വത്രം സാരമല്ല, നാളെ ഞാൻ പറയും. നാളെ ഇനി കർത്താവ് മാറ്റിച്ചളയുമെന്ന് അറിയില്ല. സ്വത്രം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഇനി ഈ ചാപ്റ്ററുകൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. 13 മുതൽ 17 വരെ ഒറ്റ ഇരുന്ന് അങ്ങോട്ട് വായിക്കണം. മനസ്സിലാക്കാൻ കണക്കിന് വായിക്കണം. കപ്പലണ്ടി നിന്നുകൊണ്ട് വായിക്കരുത്. നല്ലതായിട്ട് ചെന്ന് നല്ല മൈൻഡോടെ ഇരുന്ന് 13-ന്റെ തുടക്കം തൊട്ട് 17-ന്റെ ഒടുക്കം വരെ വായിക്കണം. മഹാപൗരോഹിത്യ പ്രാർത്ഥന തീരുന്നത് വരെ അരയിൽ തോർത്ത് ചുറ്റി നിൽക്കുന്ന ഒരേശുവിനെ ചുമ്മാ ദർശനത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വായിക്കണം. സ്തോത്രം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി അരയിൽ തോർത്ത് ചുറ്റി നിൽക്കുന്ന യേശു. അടുത്ത യേശു നേരെ പോകുന്നത് ശിഷ്യന്മാരിരിക്കുന്ന റോയിലേക്ക് ചെന്ന് ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ കാല് കഴുകാൻ പോവുകയാണ്. അവിടെയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ കണ്ടത്, അവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. കണ്ടോ? അരയിൽ തോർത്ത് ചുറ്റി നിൽക്കുകയാണ്. ഇതിനാ കർത്താവ് നമ്മളെ വിളിച്ചത്. ആർ യു റെഡി? അത്താഴത്തിന് എഴുന്നേക്കാൻ പറ്റുമോ? വല്ലതും കഴിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിക്കുക എന്നുള്ളതാണ്. വിട്ടിട്ടൊന്ന് എഴുന്നേക്കാൻ പറ്റുമോ? നമ്മുടെ സുഖഭോഗങ്ങൾ വിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സൗകര്യങ്ങൾ വിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ വിട്ട്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ പ്രമാദമായ വസ്ത്രങ്ങളൊന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ദാസനായി മാറാൻ, ജനത്തെ രക്ഷിക്കുവാൻ, അരയിൽ തോർത്ത് ചുറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് മിക്കവാറും സഭകളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചിലടത്ത് മാസത്തിലൊന്ന്, ചിലടത്ത് വർഷത്തിലൊന്ന് കാല് കഴുകൽ ശുശ്രൂഷ. എൻ്റെ കാലം നിങ്ങളും കഴുകാൻ തയ്യാറാണ്. അതുകൊണ്ട് കാര്യം എന്തുവാ? ദാസനെ പോലെ ആയി വരാതെ കാല് കഴുകിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാല് കഴുകുന്നത് നല്ലത് തന്നെ. പക്ഷെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങാതെ, കുപ്പായം മാറ്റാൻ തയ്യാറാകാതെ, ആഡംബരങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ,
മനഃപൂർവ്വം ദാസനായി ഇറങ്ങാൻ തയ്യാറാവാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാനാവില്ല ദൈവമക്കളെ. ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വേണ്ടി കർത്താവ് മാറുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നില്ല. കടന്നാൽ ഒരുപാട് കാര്യം എനിക്ക് ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. നാളെ ഞാൻ ആ ഭാഗങ്ങളിലൂടെ കടക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമക്കളെ, ക്രിസ്തു ദൈവത്തിൻ്റെ സഭ പണിയുവാൻ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മുടെ കർത്താവ് പുതിയ സിസ്റ്റമായിട്ടാണ് സഭയെ പണിയുന്നത് തൻ്റെ രക്തം കൊണ്ടാണ്. അതാണ് നമ്മൾ ഇന്ന് പാടിയ എല്ലാ പാട്ടുകളും അതിനോട് ചേർത്താണ് പാടിയത്. കാരണം ഇന്നലെ നമ്മുടെ പ്രസംഗം ആ ലെവലിലായിരുന്നത് കൊണ്ട് ഇന്നത്തെ പാട്ടുകൾ നമ്മൾ ആ രീതി തന്നെ കൊണ്ടുവന്നു. ആ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. God has purchased. Purchased. It's a blood of propitiation. നമുക്ക് പകരം നൽകിയതാണ് ആ രക്തം. എക്സ്പിയേഷൻ. നമ്മൾ മരിക്കേണ്ടടുത്ത് കർത്താവ് നമുക്ക് പകരക്കാരനായി മാറി. നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ കസേര നിറങ്ങിയേ പറ്റൂ. നമ്മൾ അരയിൽ തോർത്ത് ചുറ്റിയേ പറ്റൂ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കാൻ അരയിൽ തോർത്ത് ചുറ്റി ഏറ്റവും താഴെയുള്ളവന്റെ പാദം കഴുകിക്കൊണ്ട് ക്രൂശിലേക്ക് കയറുന്നു എങ്കിൽ ഇന്ന് അരയിൽ തോർത്ത് ചുറ്റാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. ഒരു ദാസനായി മാറാൻ എന്തൊക്കെ അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ തിരിച്ചറിയണം. വാട്ട് ആർ ദ തിങ്സ് ഐ നീഡ് ടു അബാൻഡൺ, ഗിവ് ഇറ്റ് അപ്പ്. ഞാൻ എന്തൊക്കെയാണ് കളയേണ്ടത് അതെല്ലാം ഉപേക്ഷിക്കൂ. ദൈവസന്നിധിയിൽ ഒരു ദാസനായി മാറാൻ, ക്രൂശിലേക്ക് നടന്നു കയറാൻ, അരയിൽ തോർത്തു ചുറ്റിക്കൊണ്ട് മുമ്പിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇന്നുള്ള ഈ പൊസിഷനിൽ പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുക. ആഭരണങ്ങളാണ് കളയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രേരിപ്പിക്കുന്നതെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ്. അവകൾ ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ദാസനാവാൻ കഴിയുമെന്ന് തോന്നുന്നെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും മൂടാം. ഓ രക്തത്താൽ ജയം. ആ കർത്താവിനെ നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. ഓ ജീസസ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് പെസഹയ്ക്ക് മുമ്പ് മരിക്കുവാനായി അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വസ്ത്രം അഴിച്ചു മാറ്റി അരയിൽ തോർത്തു ചുറ്റി നിൽക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകി കൊടുക്കുവാൻ ഒരു ജഡശുദ്ധീകരണം ആദ്യം അവരുടെ പുറം കർത്താവ് കഴുകുകയാണ്. അടുത്തവരെ മൊത്തത്തിൽ കഴുകുവാൻ കർത്താവിന്റെ രക്തം ചൊരിയുവാൻ വേണ്ടി ക്രൂശിലേക്ക് പോകാൻ പോകുന്നു. ആദ്യം അവൻ വെള്ളം കൊണ്ട് കാല് കഴുകി കൊടുക്കുന്നു. രാത്രിയിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ജനത്തെ സേവിക്കുവാൻ നിങ്ങൾ ഇറങ്ങുവാൻ തയ്യാറുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും. യേശു വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകിക്കൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. ഒടുവിൽ യേശുവിന്റെ രക്തം കൊണ്ട് ലോകത്തിലെ ജനത്തെ ശുദ്ധീകരിക്കുവാനുള്ള വലിയ കർത്തവ്യം കർത്താവ് ചെയ്തെടുക്കുന്നു. കർത്താവ് എടുത്തു പറയുകയാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനാവില്ലാത്ത അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ മൂടി ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. കർത്താവേ, അങ്ങ് എനിക്ക് കൃപ തരണമെന്ന് പറയാം. ഒന്ന് താഴാനുള്ള കൃപ, പേരിനാരുടെങ്കിലും കാല് കഴുകുവാനല്ല. കർത്താവേ, നശിക്കുന്ന ജനത്തിന്റെ കാല് കഴുകുവാൻ എനിക്ക് കൃപ തരണമെന്ന് പറയാം. മരണത്തിലേക്കും നടന്നടുക്കുന്ന ഞങ്ങളുടെ യൗവനക്കാർ, തമ്മിൽ കൊല്ലുവാൻ ചിഹ്നം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ ദേശത്തിലെ യൗവനക്കാർ, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇന്ന് ചില പടികൾ താഴേക്ക് ഇറങ്ങുവാൻ തയ്യാറാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എൻ്റെ മക്കളെ ഞാൻ അതിനുവേണ്ടി വിടുവാൻ തയ്യാറാണെന്ന് പറയാം. എൻ്റെ സമ്പത്ത് ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ തയ്യാറാണെന്ന് പറയാം. ഞാൻ കർത്താവിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകാം. ഹൃദയംഗമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. കർത്താവ്, എനിക്ക് അതിനുള്ള അഭിഷേകം ഇന്ന് രാത്രിയിൽ വേണമെന്ന് പറ. ഒരു നിസാര മുട്ടുവേദന മാറാനല്ല ദൈവം ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ ഇന്ന് കർത്താവിന്റെ ശിഷ്യനാക്കി മാറ്റുവാൻ, കർത്താവിന് ഈ ദേശത്തിൽ ചെയ്യുവാനുള്ളതും നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ. ഓ രക്തത്താൽ ജയം. ഇങ്ങനെ ഇരുന്നാൽ ആവില്ല. അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു.
ഓ രക്തത്താൽ ജയം. പത്രോസ് ഇരിക്കുന്നത് പോലെ അരയിൽ വാളുമായിട്ടല്ല നീ ഇരിക്കേണ്ടത്. നീ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് തോർത്ത് ചുറ്റിക്കൊണ്ട്, അരയിൽ തോർത്ത് ചുറ്റിക്കൊണ്ട്, കർത്താവേ നീ എന്നെ അയക്കണം, ഞാൻ അതിനു വേണ്ടി തയ്യാറാണ്. ഓ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവേ ഞാൻ ആ സഭയുടെ ഭാഗമാകുവാൻ തയ്യാറാണ്. ഇസ്രായേലിനെ മുന്തിരിവള്ളിയായി മാറ്റി നട്ടിരുന്നപ്പോൾ അവൻ ഫലം കായ്ച്ചില്ല. അവൻ അടിമയായിരിക്കില്ലെന്ന് പറഞ്ഞവൻ മുഖം അറുത്ത് കളഞ്ഞു. പക്ഷേ കർത്താവേ നീ എന്നെ നിന്നോട് ചേർത്ത് പണിതിരിക്കാൻ സ്തോത്രം എന്ന് പറയാം. ക്രിസ്തു എന്ന ഒറിജിനൽ വള്ളിയോട് എന്നെ ചേർത്തിരിക്കാൻ സ്തോത്രം എന്ന് പറയാം. നമുക്ക് ഫലം കായ്ക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഈ രാത്രിയിൽ. കർത്താവേ എൻ്റെ മേൽ ആ കൃപ ഇന്ന് രാത്രിയിൽ പകരണമെന്ന് പറയാം. എല്ലാവർക്കും ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകാം. ഹല്ലേലൂയ.